കഥ തുടരുന്നു. സത്യം പറഞ്ഞാൽ അച്ഛനും അമ്മയും ഒരേ മനസ്സോടെ അഭിയമ്മയ്ക്കെതിരെ കേസ് കൊടുക്കും. സിൻഡ്രല്ല ആൻറ്റിയെ ശിക്ഷിച്ചതുപോലെ അമ്മയേക്കാൾ സ്നേഹം തന്ന അഭിയമ്മയെ കുറ്റവാളിയാക്കാൻ വയ്യ. ആ ചിന്തയും ബസ്സിനുള്ളിലെ തണുപ്പും അമ്മുവിനെ മയക്കത്തിലേക്ക് ആഴ്ത്തി. അറിയാൻ വയ്യാത്ത ഭാഷയിൽ വീണ്ടും ആരോ തട്ടി വിളിച്ചപ്പോഴാണ് അവൾ ഉണർന്നത്. കണ്ണു തുറന്നപ്പോൾ നേരം നന്നായി പുലർന്നിരിക്കുന്നു. ഒരു പേപ്പർ പ്ലേറ്റിൽ ഇഡ്ഡലിയും സാമ്പാറും നീട്ടിക്കൊണ്ട് പട്ടുസാരി അണിഞ്ഞ ഒരു സ്ത്രീ അമ്മുവിനോട് എന്തൊക്കെയോ പറഞ്ഞു. അവൾക്ക് പക്ഷേ ഒരക്ഷരവും മനസ്സിലായില്ല. അമ്മുവിൻ്റെ മുഖം വ്യക്തമായി കണ്ടതും അവർ പേപ്പർ പ്ലേറ്റും ഇഡ്ഡലിയും അവളുടെ മുന്നിൽ നിന്ന് മാറ്റിയിട്ട് തലങ്ങും വിലങ്ങും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതും അവൾക്ക് മനസ്സിലായില്ല. ഉടൻ ആ സ്ത്രീ മറ്റുള്ളവരെ നോക്കി സ്വന്തം ശങ്കകൾ വെളിവാക്കി. ആ സ്ത്രീകളും അമ്മുവിനെ ചോദ്യം ചെയ്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. അതോടെ സ്ത്രീകൾക്ക് സഹതാപമായി. അവർ കൂടെയുള്ള പുരുഷന്മാരോട് കാര്യങ്ങൾ വിശദീകരിച്ചു. അപ്പോൾ 2 പുരുഷന്മാർ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അമ്മുവിൻ്റെ അരികിലെത്തി. അവരുടെ ചോദ്യങ്ങളും അവൾക്ക് പിടികിട്ടിയില്ല. ആ ഭാഷയിൽ മറുപടി പറയാനും കഴിയില്ലായിരുന്നു. അപ്പോഴാണ് മുന്നിൽ വന്നു നിന്ന ഒരാൾ തമിഴിൽ ചോദിച്ചത്, "ഊമയാ നീ?" അതേയെന്ന് അമ്മു ഒട്ടും ആലോചിക്കാതെ തലകുലുക്കി. ആ മറുപടിയിൽ എല്ലാവരും തൃപ്തരായി. ചോദിച്ചയാൾ തമിഴിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. "തമിഴ് പൊണ്ണ്, പാവം, ഊമയാക്കും." തുടർന്നും അനവധി ചോദ്യങ്ങൾ വന്നു. അവളുടെ നേർക്ക് മിണ്ടാൻ കഴിയില്ല എന്ന് അമ്മു ആംഗ്യം കാണിച്ചു. "എഴുതി കാണിക്കാൻ പറ്റുമോ?" എന്ന് ഒരു സ്ത്രീ ആംഗ്യത്തിൽ അന്വേഷിച്ചു. "ഇല്ല" എന്ന് അതേ ശൈലിയിൽ അവൾ മറുപടി നൽകി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ പേപ്പർ പ്ലേറ്റിൽ ഇഡ്ഡലിയും സാമ്പാറും ബിസ്ക്കറ്റും മിനറൽ വാട്ടറും നൽകി. ഉച്ചയ്ക്ക് ആ സംഘത്തോടൊപ്പം ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് അമ്മുവിന് പായസമടക്കം ഊണും ലഭിച്ചു. തിരികെ എയർ ബസ്സിൽ കയറിയപ്പോൾ കേപ്പ് കാമറിനെ കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കന്യാകുമാരിയിലാണെന്ന് അവൾക്കറിയാമായിരുന്നു. സ്കൂളിൽ നിന്നുള്ള എക്സ്കർഷന് അമ്മു ഒരിക്കൽ അവിടെ പോയിരുന്നു. വിവേകാനന്ദ പറയും സൂര്യാസ്തമയവും ഒക്കെ കണ്ടിരുന്നു. അന്ന് അച്ഛനും അച്ഛമ്മയ്ക്കുമൊപ്പം വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. അക്കാലം ഓർത്തപ്പോൾ സങ്കടവും വന്നു. കന്യാകുമാരിയിലെത്തിയപ്പോൾ വീട്ടിലെത്തിയതുപോലെ അവൾക്ക് തോന്നി. സമയം രാത്രിയായിരുന്നു. വിനോദയാത്രാ സംഘം അന്ന് അവിടെ ഒരു ഹോട്ടലിൽ തങ്ങി. 3 പെൺമക്കളുടെ അച്ഛനമ്മമാരായ ഒരു കുടുംബം ഓമക്കുട്ടി എന്ന നിലയിൽ അലിവിൽ അമ്മുവിനും കിടക്കാൻ മുറിയിൽ ഇടം കൊടുത്തു. രാവിലെ ഉദയകാഴ്ച സമയത്ത് എല്ലാവരോടൊപ്പം അവളും സൂര്യഭഗവാന് കർപ്പൂരാതി ഒഴിഞ്ഞു. രാവിലെ ആ സംഘത്തിൽ നിന്ന് പിരിയാമെന്ന് അമ്മു വിചാരിച്ചിരുന്നത്. ഉച്ചയ്ക്ക് അവർ അവിടെ നിന്ന് ശ്രീ പത്മനാഭനെയും ചോറ്റാനിക്കരമ്മയെയും ഗുരുവായൂരപ്പനെയും തൊഴാൻ കേരളാവിലേക്ക് പുറപ്പെടുകയാണെന്ന് അറിഞ്ഞപ്പോൾ മൗനമായി ആ സംഘത്തിനെ സ്വാധീനിച്ച് വീണ്ടും വണ്ടിയിൽ കയറി. സന്ധ്യയ്ക്ക് ശ്രീ പത്മനാഭൻ്റെ ദീപാരാധന തൊഴുത് പിറ്റേന്ന് വെളുപ്പിനെ വണ്ടി ചോറ്റാനിക്കരയിലെത്തിയപ്പോൾ ആദ്യം വാതിൽ തുറന്നിറങ്ങിയത് അവളായിരുന്നു. പലവട്ടം അച്ഛനോടും അമ്മയോടൊപ്പം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ മുക്കുമൂലയും പരിചിതമാണ്. സ്ത്രീകൾക്കുള്ള കുളപ്പുരയിൽ ഇറങ്ങി ഓലവേല മുങ്ങിക്കയറി. മാറാൻ വേറെ വസ്ത്രമില്ലായിരുന്നു. അതിനാൽ പെറ്റിക്കോട്ട് അണിഞ്ഞുകൊണ്ട് പാവാടയും ജാക്കറ്റും പിഴിഞ്ഞുടഞ്ഞു. അപ്പോഴാണ് പടവിൽ കാലും കഴുകിക്കൊണ്ടു നിന്ന വൃദ്ധ തിരക്കിയത്. "എന്തേ കുട്ടി, ഈറൻ മാറ്റാൻ വേറെ തുണിയില്ലേ?" "ഇല്ല." 2 ദിവസത്തെ മൗനത്തിനൊടുവിൽ അമ്മു ആദ്യമായി ഒരു വാക്കുച്ചരിച്ചു. "ഈശ്വരാ!" ആയമ്മ അതിശയം ഭാവിച്ചു. "ഈ ഈറൻ ചുറ്റുകൊണ്ട് ഈ മഞ്ഞിലും തണുപ്പിലും നീ എങ്ങനെയാ കുട്ടി ദേവിയെ തൊഴുക? നീ തനിച്ചേയുള്ളൂ? മറ്റാരും കൂടെയില്ലേ?" ആ ചോദ്യങ്ങൾ അവളുടെ കണ്ണുകൾ നനയിച്ചു. "നിർമ്മാല്യം തൊഴാൻ വന്നതാ ഞാൻ," അരിവോടെ വൃദ്ധ പറഞ്ഞു. "കീഴ്ക്കാവിലൂടെ തൊഴുതിട്ട് മടങ്ങാൻ ഞാൻ. ഇവിടെ അടുത്താ എൻ്റെ ഇല്ലം. കൂടെ വന്നാൽ മാറാൻ എന്തേലും വസ്ത്രം തരാം. നിന്റെ പ്രായമുള്ള കുട്ടികളാരും അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ധരിക്കണ മുണ്ടും ബ്ലൗസിനുമൊക്കെ കാണൂ. എന്നുവെച്ച് ഈ ഈറൻ തുണി ദേഹത്ത് വെച്ച് ഉണക്കിയാൽ വല്ല ദണ്ണം പിടിക്കില്ലേ?" അമ്മ മറുപടി ഒന്നും പറഞ്ഞില്ല. ഈറൻ വേഷം അവളുടെ ദേഹം വിറപ്പിക്കാൻ തുടങ്ങിയിരുന്നു. "എൻ്റെ ഒപ്പം വന്നോളൂ." അവർ പടവുകൾ കയറി. നിഴലായി അമ്മുവും. കീഴ്ക്കാവിലെ നടക്കിലെത്തിയപ്പോൾ വൃദ്ധ അവളോട് പറഞ്ഞു, "ആരുമില്ലാത്തവർക്ക് ആശ്രയം അരുളുന്ന അമ്മയാ. നെഞ്ചുരുകി വിളിച്ചോളൂ, വിളി കേൾക്കും." അമ്മു ആ മുന്നിൽ നിന്ന് കരഞ്ഞതേയുള്ളൂ. വീട്ടിലേക്ക് പോകാൻ വയ്യ. അച്ഛൻ്റെയും അമ്മയുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും വയ്യ. മറ്റെവിടേക്ക് പോകുമെന്നറിയില്ല. തൊഴുതു മടങ്ങുമ്പോൾ അവർ നിർദ്ദേശിച്ചു, "എൻ്റെ കൈ പിടിച്ചോളൂ. നിൻ്റെ മുത്തശ്ശിയാവാനുള്ള പ്രായമുണ്ട് എനിക്ക്. ഈ പ്രായമുള്ള പേരക്കുട്ടികളുമുണ്ട് ഒന്നും കൂട്ടിയോളൂ. ആരും ഒപ്പമില്ലാന്നേ ഉള്ളൂ. ഒപ്പമുള്ളത് കുട്ടിക്കാലം തൊട്ടേ ഞാൻ തൊഴണ ഈ അമ്മ മാത്രം." അവൾ ആ കൈ പിടിച്ചു. അല്പം നടന്നപ്പോൾ പടിപ്പുര ആയി. മുറ്റത്ത് തുളസിത്തറയുണ്ടായിരുന്നു. ചാവടിയിൽ മൂടിപ്പൊതിച്ച് ഒരു മധ്യവയസ്കനും. തിണ്ണക്കരികിലെ പൈപ്പിൻ്റെ ടാപ്പ് തുറന്ന് വൃദ്ധ കാൽ കഴുകുമ്പോൾ മധ്യവയസ്കൻ ആരാഞ്ഞു, "ആരേ എല്ലത്തമ്മയുടെ കൂടെ?" "ഒരു കുട്ടി." "ഏതു കുട്ടി?" "ഒരു കുട്ടിയെന്നങ്ങോട്ട് നിരീച്ചാൽ മതി. പേരും നാളുമൊന്നും എനിക്ക് നിശ്ചയമില്ല. ഏതു കുട്ടിയായാലും എന്താ, ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയല്ലേ. പിന്നെ കുട്ടി വന്നോളൂ" എന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് നടന്നു. 2 പേരും നടന്നതോടെ മൂടി പുതച്ച് കിടന്നുകൊണ്ട് മധ്യവയസ്കൻ പിറുപിറുത്തു.
കണ്ണിൽ കണ്ടവരെയെല്ലാം കെട്ടിനുള്ളിൽ വിളിച്ചു കയറ്റും. കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്തുകൊണ്ട് അവരോട് സ്ഥലം വിടുകയും ചെയ്യും. അനുഭവിച്ചാലും പഠിക്കില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? അമ്മുവിനെ തിരിഞ്ഞു നോക്കി വൃദ്ധ ചിരിച്ചു. കേശവനാ എൻ്റെ മക്കളെ എനിക്ക് തുണക്കാരനായും പരിചാരകനായും വച്ചിരിക്കുന്ന ആളാണ്. അയാൾക്ക് സ്വന്തക്കാരായി ആരുമില്ല. വയറ് നിറയെ ആഹാരം കഴിക്കണം. രാവും പകലും തരപ്പെടുമ്പോഴെല്ലാം ഉറങ്ങണം. അത്രയേ ഉള്ളൂ. രണ്ടാവശ്യങ്ങൾ. സാധുവാ. എന്തിനും എന്നെ കുറ്റപ്പെടുത്തുമെന്നേ ഉള്ളൂ. സ്നേഹം കൊണ്ടാ അത്. അകത്ത് ചെന്ന് ഒരലമാര തുറന്ന് ഇല്ലത്തമ്മ ഒരു ജീൻസും ടീഷർട്ടും എടുത്ത് അവൾക്ക് കൊടുത്തു. എൻ്റെ ഏറ്റവും ചെറിയ പേരക്കിടാവിൻ്റെയാ. നിനക്ക് പാകാവും. ഇതെടുത്തിട്ട് ആ നനഞ്ഞ തുണിയഴിച്ച് പിഴിഞ്ഞ് പുറത്തെ അയയിലിട്. വാതിൽ ചാരിക്കോളൂ. അവർ തിരിഞ്ഞ് ഒരു വശത്തേക്ക് പോയി. ആ ജീൻസും ടീഷർട്ടും അമ്മുവിന് നല്ല പാകമായിരുന്നു. സ്റ്റെല്ലമ്മ വാങ്ങിത്തന്ന പാവാടയും ജാക്കറ്റും പിഴിഞ്ഞ് പുറത്തെ അയയിൽ കൊണ്ടുപോയി വിരിച്ചിട്ട് അവൾ അകത്ത് ചെല്ലുമ്പോൾ അടുക്കളയിൽ ഇല്ലത്തമ്മ ദോശ ചുടുകയായിരുന്നു. നല്ല എള്ളെണ്ണയിൽ ദോശമാവ് മൊരിയുന്നതിൻ്റെ സുഖകരമായ ഗന്ധം മുറിയിൽ നിറഞ്ഞു. ആഹാ! അമ്മുവിനെ കണ്ടതും അവർ പുഞ്ചിരിച്ചു. സുന്ദരി കുട്ടിയായല്ലോ. ഇത് നിനക്ക് വാങ്ങിയ ഉടുപ്പാണെന്നേ ആരും പറയൂ. ഈ ഉടുപ്പിൻ്റെ ഉടമസ്ഥയുടെ പേര് ഗയ. എൻ്റെ മോളുടെ മോളാ. അവർ UK-യിലാ. ആകെ 8 മക്കളാണ് എനിക്ക്. 4 ആണും 4 പെണ്ണും. ആണിലൊന്ന് ചെറുപ്പത്തിലേ എല്ലാം വിട്ടുപോയി. പിന്നെ ഒരു വിവരവുമില്ല. 2 പേർ US-ലാണ്, 2 പേർ UAE-യിൽ. ഒരാൾ ഡൽഹി, ഒരാൾ മുംബൈ. ആരും ഒപ്പമില്ല. ഒപ്പമുള്ളത് എൻ്റെ ദേവി മാത്രം. ആ കണ്ണുകൾ തുളുമ്പി. അപ്പോൾ കേശവനൊരു തൂക്കുപാത്രവുമായി അകത്തേക്ക് വന്നറിയിച്ചു. പാൽ. അതിങ്ങ് വാങ്ങി മേശമേൽ വെച്ചോളൂ കുട്ടി. അവൾ അനുസരിച്ചു. ആട്ടിൻപാല? ഇല്ലത്തമ്മ പറഞ്ഞു. എനിക്കതേ പാടുള്ളൂ. കേശവനും അത് പത്തിയ. കുട്ടിക്ക് ഇഷ്ടക്കേടുണ്ടെങ്കിൽ കേശവനെ പറഞ്ഞേച്ച് സ്റ്റോറിൽ നിന്ന് പശുവിൻ പാൽ വാങ്ങി ചായ ഇടാം. ഞാൻ ചായയും കാപ്പിയും കുടിക്കില്ല ഇല്ലത്തമ്മേ. എനിക്ക് പച്ചവെള്ളമാണ് ഇഷ്ടം. അതിശയായിരിക്കണമല്ലോ. അവർ വീണ്ടും ചിരിച്ചു. കുട്ടിക്കാലത്ത് ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. പാലുള്ളിൽ ചെന്നാൽ ഛർദ്ദിക്കും. ഇപ്പോൾ മരുന്നായ അത് കഴിക്കുന്നത്. കിടപ്പിലായാൽ ആരുണ്ട് നോക്കാൻ? കുട്ടികളുടെ അച്ഛൻ റിട്ടയേർഡ് ജസ്റ്റിസ് ആയിരുന്നു. 10 ആണ്ട് മുമ്പ് അറ്റാക്കായി മരിച്ചു. അന്ന് താങ്ങാൻ ഞാനുണ്ടായിരുന്നു. ഞാൻ വീണാൽ ആരുണ്ട്? എന്നിട്ടും ഒരു ദിവസം ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങും വഴി BP കൂടി റോഡിൽ വീണു. പനമ്പിള്ളി നഗറിലുള്ള ഡോക്ടർ ഉമാ മഹേശ്വരിയ എൻ്റെ ഡോക്ടർ. ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിലും ജനറൽ മെഡിസിനും മിടുക്കിയ. ഒന്ന് തൊട്ടാൽ മതി, എൻ്റെ അസുഖം മാറും. അതിശയത്തിൽ അമ്മുവിൻ്റെ കണ്ണുകൾ വിടർന്നു. ഉമാ മഹേശ്വരി എന്നാൽ ഒരു മന്ത്രമായി അവൾക്ക് അനുഭവപ്പെട്ടു. അമ്മുവിൻ്റെ ദേഹം വിറച്ചു. നെഞ്ചിൽ സങ്കടം വിങ്ങി. ഇല്ലത്തമ്മ പുകഴ്ത്തി പറയുന്നത് തൻ്റെ അമ്മയെയാണ്. നിയന്ത്രിച്ചിട്ടും അവളുടെ മിഴികൾ തുളുമ്പി. അമ്മയെക്കുറിച്ചും അമ്മയിലൂടെ അച്ഛനെക്കുറിച്ചും അറിയാൻ അമ്മുവിൻ്റെ ഉള്ളിൽ ജിജ്ഞാസ തിങ്ങി. പക്ഷേ ഇല്ലത്തമ്മ പെട്ടെന്ന് വിഷയം മാറ്റി. കുട്ടിക്ക് മുത്തശ്ശി 2 ദോശ എടുത്ത് കിണ്ണത്തിൽ വയ്ക്കട്ടെ. ചട്നി ഉണ്ടാക്കാൻ മിക്സിയും സാമ്പാർ ഉണ്ടാക്കാൻ പച്ചക്കറികളുമുണ്ട് ഇവിടെ. പക്ഷേ അതിരാവിലെ ഇത്തിരി എന്തെങ്കിലും ആഹാരം അകത്ത് ചെല്ലാതെ മുത്തശ്ശിക്ക് ഒന്നിനും വയ്യ മോളെ. ഒത്തിരി വയസ്സായില്ലേ. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി ഭരണിയിൽ വെച്ചിട്ടുണ്ട്. അതിലല്പം എടുത്ത് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ചാലിച്ച് തരട്ടെ. എനിക്ക് വിശപ്പായില്ല മുത്തശ്ശി. മുത്തശ്ശിയോടൊപ്പം ഞാൻ കഴിച്ചോളാം. മുത്തശ്ശി ഒരു കസേര എടുത്തിട്ട് ഇവിടെ ഇരുന്നോളൂ. ദോശ ഞാനുണ്ടാക്കാം. ചട്നിയും ഞാൻ അരയ്ക്കാം. ഇല്ലത്തമ്മ അത്ഭുതത്തിൽ അവളുടെ നേർക്ക് തിരിഞ്ഞു. ഇത്ര ചെറിയ പ്രായത്തിലേ എല്ലാം പഠിച്ചോ? ഞാൻ 2 വീടുകളിൽ അടുക്കള ജോലിക്ക് നിന്നിട്ടുണ്ട്. അതെവിടെയാ? ചെന്നൈയിൽ. ഇല്ലത്തമ്മയുടെ കയ്യിൽ നിന്ന് ചട്ടുകം വാങ്ങി പഴയ ഇരുമ്പ് ദോശക്കല്ലിൽ നിന്ന് മൊരിഞ്ഞ ദോശ ഇളക്കിയെടുക്കാൻ തുടങ്ങി അപ്പു. ചെന്നൈയിലോ? അപ്പോൾ ഈ നാട്ടിലൊന്നും ആയിരുന്നില്ലേ കുട്ടി? ചെന്നൈയിൽ നിന്ന് ഹൈദരാബാദിലും പോയിരുന്നു. അവിടെ നിന്ന് തീർത്ഥാടനത്തിന് പോകുന്നവരുടെ ഒരു എയർബസിൽ ഇന്ന് വെളുപ്പിനാണ് ഞാൻ ഇവിടെ എത്തിയത്. നിൻ്റെ വീടപ്പോൾ എവിടെയാ? ഇവിടെ അടുത്താ. അവളുടെ തൊണ്ടയിടറി. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ പതറി. ആ കണ്ണുകൾ കലങ്ങി. അത് ശ്രദ്ധിച്ചില്ലത്തമ്മ ചോദിച്ചു. ആരുമില്ലേ? നിന്നെ വിഷമിപ്പിക്കാൻ ചോദിച്ചല്ല ഞാൻ. ആരുടെ വ്രണങ്ങളിൽ തൊട്ട് നോവിക്കരുതെന്ന് നിർബന്ധമുള്ള കൂട്ടത്തിലാണ് ഈ വൃദ്ധ. എന്നിട്ടും ചോദിച്ചത് സ്വന്തമായി ആരില്ലാത്ത കുട്ടിയാണെങ്കിൽ എൻ്റെ ഒപ്പം നിർത്താമെന്ന് നിരീക്ഷ. സമ്മതമാണോ നിനക്ക്? അടുക്കള ജോലിക്കല്ല ഞാൻ ക്ഷണിക്കുന്നത്. എൻ്റെ ഒരു പേരക്കുട്ടിയായി ഇവിടെ പാർക്കാനാ. ഒരു ജോലി നീ ചെയ്യണ്ട. ഞാൻ നിനക്ക് ആഹാരം ഉണ്ടാക്കി തന്നോളാം. വയസ്സായ 2 മക്കളെ ഇവിടെ ഉള്ളൂ. വീട്ടമ്മയാണോ സഹായിക്കാൻ നിൽക്കുന്ന ആളാണോ ആദ്യം തെക്കോട്ട് പുറപ്പെടുകയെന്ന് നിശ്ചയമില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പുറത്തറിയിക്കാൻ ഒരാളായില്ലോ. അവളുടെ കണ്ണുകൾ നിറഞ്ഞ് കവിളിലേക്ക് ഒഴുകി. ഇതെന്താ എന്ത് ചോദിച്ചാലും കുട്ടിക്ക് അറിയണത്? കുട്ടിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? എങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. കുട്ടിയുടെ പാവാടയും ജാക്കറ്റും ഉണങ്ങി കഴിയുമ്പോൾ തിരിച്ചു പോയിക്കോളൂ. കുറച്ച് രൂപയും തന്നേക്കെന്നെ. വേണ്ട. കണ്ണു തുറച്ചുകൊണ്ട് അമ്മ പറഞ്ഞു. ഞാനിവിടെ നിന്നോളാം. മുത്തശ്ശി പോയിക്കോളൂ എന്ന് പറയും വരെ നിന്നോളാം. ഇല്ലത്തമ്മയ്ക്ക് സന്തോഷമായി. ചെരുവത്തിലെ മാവ് മൊത്തം ദോശയാക്കി അമ്മു കാസറോളിൽ അടുക്കി വെച്ചു. ഇല്ലത്തമ്മ
എടുത്തു കൊടുത്ത തേങ്ങ ചുരണ്ടി പച്ചമുളക് ഇഞ്ചിയും ഉപ്പും ചേർത്ത് അരക്കല്ലിൽ അരച്ച് കടുക് വറുത്ത് പാത്രത്തിലാക്കി. എത്ര വയസ്സായി നിനക്ക്? അവർ തിരക്കി. 11. ഒരു മുതിർന്ന പെൺകുട്ടി പഠിക്കേണ്ട വീട്ടുകാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നു നീ. സ്കൂളിലെ പഠിത്തം മുടങ്ങിയെന്നേ ഉള്ളൂ. സമ്മതമാണെങ്കിൽ നിന്നെ ഞാൻ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കാം. ഇന്നത്തെ കാലത്ത് അടുക്കള പണി മാത്രം പഠിച്ചാൽ പോരാ പെൺകുട്ടികൾ. അമ്മ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്താ നിന്റെ പേര്? ആ നല്ല മുത്തശ്ശിയോട് കളവ് പറയണ്ടെന്ന് അവൾ തീരുമാനിച്ചു. അമ്മു. നല്ല ഓമനത്തുള്ള പേര്. ഊണുമുറിയിൽ ഇല്ലത്തമ്മയോടും കേശവനോടും ഒപ്പം ഇരുന്നാണ് അമ്മ പ്രാതൽ കഴിച്ചത്. അന്ന് തന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഇല്ലത്തമ്മ അവളെയും കൂട്ടി ഒരു റെഡിമെയ്ഡ് തുണിക്കടയിൽ പോയി 4-5 ജോഡി ഉടുപ്പുകൾ വാങ്ങി. ചന്ദ്രൻ എന്ന ഓട്ടോറിക്ഷക്കാരൻ ഇല്ലത്തമ്മയുടെ സ്ഥിരം വണ്ടിക്കാരനായിരുന്നു. ചെറുപ്പക്കാരനായ അയാൾ മടക്കയാത്രയിൽ ഇടയ്ക്കിടെ അമ്മുവിനെ തിരിഞ്ഞു നോക്കി. എന്താ ചന്ദ്ര, നീ പെൺകുട്ടികളെ കണ്ടിട്ടില്ലേ? അതുകൊണ്ടല്ല വലിയമ്മേ, ഈ കുട്ടിയെ ഞാൻ മുമ്പ് എവിടെയോ കണ്ട പോലൊരു തോന്നൽ. എറണാകുളത്താണോ ഇതിൻ്റെ വീട്? ചെന്നൈയിൽ നിന്ന് ഇന്ന് വെളുപ്പിന് വന്നേയുള്ളൂ. ഈ കുട്ടി പിന്നെ എങ്ങനെയാ നീ അതിനെ എറണാകുളത്ത് കാണുന്നത്? ചെന്നൈയിൽ നിന്ന് വന്ന കുട്ടിയാണോ? അബദ്ധം പറ്റിയ മട്ടിൽ ചന്ദ്രൻ ചോദിച്ചു. വലിയമ്മയുടെ ആരത്? എൻ്റെ പേരക്കുട്ടി. അയ്യോ, അയാൾ നിലവിളിച്ചു. എങ്കിൽ ഇത് നേരത്തെ പറയണ്ടേ, ഞാനാകെ തെറ്റിദ്ധരിച്ചു. എന്താ നീ ധരിച്ചത്? എവിടുന്ന് വന്ന കുട്ടിയാണെന്ന്? അങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് വന്നവരെയും വലിയമ്മ വീട്ടിൽ കയറ്റി താമസിക്കുന്ന പതിവുണ്ടല്ലോ. ഒടുവിൽ എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റിയിട്ട് സൂത്രത്തിൽ സ്ഥലമിടും. എൻ്റെ ചോറ്റാനിക്കരമ്മേ, എനിക്ക് അബദ്ധം പിണഞ്ഞതാ. സോറി വലിയമ്മേ. സോറിയൊന്നും പറയണ്ട, അവർ ചിരിച്ചു. ആദ്യമായിട്ടല്ലോ നിനക്ക് അബദ്ധങ്ങൾ പറ്റണത്. ഇല്ലത്തിൻ്റെ മുറ്റത്ത് വണ്ടി നിന്നതും ചന്ദ്രൻ പറഞ്ഞ ഓട്ടോ ചാർജ് കൂടാതെ 25 രൂപ കൂടി ഇല്ലത്തമ്മ കൊടുത്തു. അത് കണ്ട് ചാവടിയിലെ കട്ടിലിൽ കിടന്ന് കേശവൻ കുറ്റപ്പെടുത്തി. മക്കൾ അയച്ചു തരുന്ന കാശ് മൊത്തം ഇല്ലത്തമ്മ കണ്ടമാനം ചെലവഴിക്കുക. അന്യദേശത്ത് കിടന്ന് ആ കുട്ടികൾ കഷ്ടപ്പെട്ടുണ്ടാക്കണ കാശാ. വെറുതെ ആർക്കും കാശുണ്ടാവില്ലല്ലോ. ഉവ്വോ. അത് കേട്ടതായി ഭാവിക്കാതെ അവർ അകത്തേക്ക് നടന്നു. അമ്മുവിനായി വാങ്ങിയ ഉടുപ്പുകളൊക്കെ നല്ല പാകമായിരുന്നു. ഓരോന്നായി ഇല്ലത്തമ്മ അവളെ കൊണ്ട് ഇടിച്ചു നോക്കി തൃപ്തിപ്പെട്ടു. കുട്ടി ഈറൻ ചുറ്റി നടക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാനായില്ല. സന്ധ്യാസമയത്ത് പൂജാ അറയിലെ ചിത്രങ്ങളിലെല്ലാം ഇല്ലത്തമ്മ മുറ്റത്തെ പൂച്ചെടിയിൽ നിന്ന് പൂവ് പൊട്ടിച്ച് മാല കെട്ടിച്ചാർത്തി. സഹായിക്കാൻ അമ്മുവും ഒപ്പം കൂടി. ജോലികളെല്ലാം കഴിഞ്ഞ് മുത്തശ്ശി ഒന്ന് വിശ്രമിച്ചു കാണാൻ അവൾ കാത്തിരുന്നു. മനസ്സിനുള്ളിൽ അമ്മ കുറേ ചോദ്യങ്ങൾ അടുക്കി വെച്ചിരുന്നു. അതിന് സൗകര്യം കിട്ടിയാൽ അത്താഴം കഴിഞ്ഞ് അടുക്കളയടച്ച് ഇല്ലത്തമ്മ കിടന്നപ്പോഴാണ്. ഇല്ലത്തമ്മയുടെ കിടക്കയുടെ അരികിൽ താഴെ പായ വിരിച്ചാണ് അവൾ കിടന്നത്. മുത്തശ്ശി കാണാൻ പോവാറില്ല. ഡോക്ടറുടെ പേരെന്താ? ഞാനത് മറന്നല്ലോ. അമ്മ പറഞ്ഞു. ഉമാമഹേശ്വരി. ഒരു നേത്യാരാ അത്. നേത്യാരെന്ന് വെച്ചാൽ എന്താ? ബ്രാഹ്മണരിൽ ഒരു കൂട്ടരാ. ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിലും ആ ഡോക്ടർ ജനറൽ മെഡിസിനും കഴിഞ്ഞവരാ. അധികം വർത്തമാനം പറയാറില്ല. പക്ഷേ നല്ല കൈപുണ്യ. ഏത് തൊഴിലായാലും പഠിപ്പല്ല കാര്യം, കൈവർക്കത്താ. പാട്ട് പഠിക്കാത്ത നല്ല അസലായി പാടുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? അതൊരു ഈശ്വരാനുഗ്രഹ. ഒരു ദിവസം കുട്ടിയെ ഞാൻ ആ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോവാം. ഇപ്പോൾ ഇറങ്ങിക്കോളൂ. 2:30 എഴുന്നേൽക്കേണ്ടതാ. എനിക്ക് കുളിച്ച് 3:30 കഴിയുമ്പം ദേവിയുടെ നടക്കിലെത്തണം. പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ അവർ തിരിഞ്ഞു കിടന്നു. അതോടെ അവൾക്ക് നിരാശയായി. തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ മുത്തശ്ശി പറഞ്ഞുള്ളൂ. 2 വർഷമായി തനിക്കറിയാത്ത എന്തൊക്കെ കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടാവാം. അച്ഛനും അമ്മയും ഒരുമിച്ച് കാണുമോ? അപ്പേട്ടൻ നല്ല മാർക്കോടെ 10 ജയിച്ച് കാണുമോ? ഇപ്പോൾ എന്തിനാവും അപ്പേട്ടൻ പഠിക്കണുണ്ടാവുക? അമ്മമ്മയും അപ്പൂപ്പനും സുഖമായി ജീവിക്കണുണ്ടാവുമോ? തന്നെ കാണാതെ അച്ഛനും നല്ല വിഷമം കാണും. അമ്മയേക്കാൾ സ്നേഹമുള്ളത് അച്ഛന് തന്നെയാണ്. ഈ മുത്തശ്ശി പറഞ്ഞതുപോലെ അധികം വർത്തമാനം പറയാത്ത ആളായതുകൊണ്ടാണോ അമ്മയുടെ സ്നേഹം പുറത്തറിയാത്തത്? ആലോചനയിൽ അമ്മ ഉറങ്ങിപ്പോയി. 2:30 അലാറം മുഴങ്ങിയപ്പോൾ അമ്മുവാണ് ആദ്യം ഉണർന്നത്. മുത്തശ്ശി. താഴെ വിരിച്ച പായയിൽ എഴുന്നേറ്റിരുന്ന് അവൾ ആ പാദത്തിൽ തൊട്ട് വിളിച്ചു. ദാ അലാറം അടിക്കുന്നുണ്ട്. കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇല്ലത്തമ്മ പിഴഞ്ഞെഴുന്നേറ്റത്. പിന്നെ കൈകൾ കൂപ്പി എന്തോ മന്ത്രം ഉരുവിട്ടു. എന്നിട്ട് കൈകൾ വിടർത്തി കണ്ണുകൾ തുറന്ന് സ്വന്തം കൈത്തലം കണി കണ്ടു. കുട്ടി ഇറങ്ങിക്കോളൂ. ഈ സമയത്ത് എണീക്കണ്ട. ഞാൻ തനിച്ച് ക്ഷേത്രത്തിൽ പോയി വന്നോളാം. കേശവനുണ്ടല്ലോ ഇവിടെ കൂട്ടിന്. ഇല്ല. ചാടിയ ഭാവത്തിൽ അമ്മവും എഴുന്നേറ്റു. എനിക്കും ദേവിയെ തൊഴണം. അതിന് നേരെ പുലർന്ന ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. എനിക്ക് ദേവിയുടെ നിർമ്മാലയെ തൊഴേണ്ടത്. മുത്തശ്ശിയെ ഞാൻ തനിച്ചയക്കില്ല. വെളുപ്പിനെ കുളിക്കുമ്പോൾ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പായിരിക്കും. സാരില്ല, ഇന്നലെ ഞാൻ തണുപ്പത്ത് കുളിച്ചതാണല്ലോ. എങ്കിൽ വന്നോളൂ. വേഗം റെഡിയാവണം. സമയം പറന്നാ പോവുക. അവൾ സമ്മതത്തിൽ തലയാട്ടി. ഇല്ലത്തമ്മ റെഡിയാവും മുമ്പേ കുളിച്ച് വേഷം മാറ്റി അമ്മ തയ്യാറായി. തൊഴുതു മടങ്ങുമ്പോൾ വീണ്ടും അവൾ ഡോക്ടർ ഉമാമഹേശ്വരിയെക്കുറിച്ച് ചോദിച്ചു. ഡോക്ടർ ഉമാമഹേശ്വരിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ആ ചോദ്യം കേട്ട് അവർ അമ്പരപ്പിൽ അവളെ നോക്കി. നിനക്കെന്താ ഡോക്ടർ ഉമാമഹേശ്വരിയെക്കുറിച്ച് അറിയാൻ ഇത്ര ആകാംക്ഷ? ഇന്നലെയും പലവട്ടം ചോദിച്ചല്ലോ. ആ പേര് കേട്ടിട്ടാണോ? അതെ, നല്ല ചന്തമുള്ള പേര്. പക്ഷേ ആ ജീവിതത്തിന് അത്ര വലിയ ചന്തമൊന്നുമില്ല. ഡോക്ടർക്ക് ഒരു പെൺകുട്ടിയും ആൺകുട്ടിയുമാണ് ഉള്ളത്.
അവർ രണ്ടുപേരും വീട് വിട്ടുപോയി. ഭർത്താവാണെങ്കിൽ അനങ്ങാനാവാതെ കിടക്കയിൽ ഒരേ കിടപ്പ. ഇടവഴിയിലെ മങ്ങിയ വട്ടത്തിൽ അമ്മുവിൻ്റെ മുഖത്തുണ്ടായ ഞെട്ടലും വൈവശ്യവും ഇല്ലത്തമ്മ കണ്ടില്ല. ലോകം തലക്കീഴായി മറിയുന്നത് പോലെ അവൾക്ക് തോന്നി. ഒപ്പം ശക്തിയിൽ കിതയ്ക്കാനും തുടങ്ങി. ആ ഡോക്ടറുടെ 2 മക്കളും വീട് വിട്ടു പോയോ? പോയിന്നേ. പെൺകുട്ടിയെ ആദ്യം പോയത്. 9-ാം വയസ്സിലോ മറ്റോ. ആൺകുട്ടി പോയിട്ട് അധികമായില്ല. ആൺകുട്ടിയാ മൂത്തത്. എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങി 10th ജയിച്ചവന്. ഡോക്ടറുടെ ഭർത്താവിനെന്താ പറ്റിയേ? പെൺകുട്ടിയെ കാണാതായ രാത്രി അതിനെ തേടി കാറുമെടുത്ത് പാഞ്ഞതാ. നേർത്ത ഹൈവേയിലെ മറ്റോ വച്ച് ആക്സിഡൻ്റായി. ബോധമുണ്ടെന്ന് നിശ്ചയമില്ല. അനങ്ങാതെ ശബ്ദിക്കാതെ ഒരേ കിടപ്പ. ഇതൊന്നും ഡോക്ടർ പറഞ്ഞതല്ല. അവരെ കാണാൻ പോകുമ്പോഴേ ആളുകൾ പറഞ്ഞുള്ള കേൾവിയാ. പക്ഷേ ഉള്ളിലെ സങ്കടമൊന്നും അവർ മുഖത്ത് കാണിക്കില്ല. നല്ല തൻ്റെ ഇടം. ഉള്ളിൽ നല്ല സങ്കടം ഉണ്ടാവും. വീട് വിട്ടുപോയ മക്കൾ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. അനക്കമറ്റി കിടക്കണ ആ മനുഷ്യന് ഒരു അനക്കമുണ്ടാകാൻ വേണ്ടി ഞാൻ ദേവിക്ക് വഴിപാട് നേർന്നിട്ടുണ്ട്. 41 നിർമ്മാല്യം മുടങ്ങാതെ തൊഴാമെന്നും നേർന്നിരിക്കുന്നു. ഇപ്പം 1 മാസം കഴിഞ്ഞു. മറ്റുള്ളവർക്ക് വേണ്ടി മുത്തശ്ശി എന്തൊക്കെയാണ് ചെയ്യണത്? നമ്മൾ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നതിൽ എന്താ അർത്ഥം? എല്ലാ ജന്തുക്കളും അവനവന് വേണ്ടിയല്ലേ ജീവിക്കണത്. അന്യന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുക. എങ്കിൽ വീട് വിട്ടുപോയ ആ കുട്ടികളിൽ മൂത്ത ആളെ കണ്ടുകിട്ടാൻ വേണ്ടി ഞാനും 41 നിർമ്മാല്യം തൊഴുതാലോ? നല്ലതാ. നമുക്ക് കിട്ടുന്ന അന്നത്തിൽ നിന്ന് ഒരു പിടി അന്യന് വേണ്ടി മാറ്റിവെച്ചാൽ മതി. അതും പുണ്യമാണ്. മനുഷ്യന് മാത്രമേ പുണ്യം ചെയ്യാൻ കഴിയൂ. അന്യൻ്റെ സന്തോഷം കണ്ട് സന്തോഷിക്കാൻ കഴിയുന്നൊരു മനസ്സിനേക്കാൾ വലുതായി നമുക്കെന്താ ഈ ലോകത്ത് നേടാനുള്ളത്? എങ്കിൽ ഇന്നത്തെ നിർമ്മാല്യം തൊട്ട് ഞാൻ തുടങ്ങിക്കോട്ടെ മുത്തശ്ശി? തീർച്ചയായും. ഇല്ലത്തമ്മ അമ്മുവിനെ ചേർത്ത് പിടിച്ചു. പിറ്റേന്ന് നിർമ്മാല്യ സമയത്ത് ആൾത്തിരക്കിനിടയിൽ നിന്ന് അവൾ മനസ്സുകൊണ്ട് അർത്ഥിച്ചു. ദേവി, എൻ്റെ അപ്പേട്ടനെ എത്രയും പെട്ടെന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അരികിലെത്തിക്കണേ. ഒരാഴ്ച കഴിഞ്ഞു. ഇല്ലത്തമ്മയ്ക്ക് ഡോക്ടർ ഉമാമഹേശ്വരിയെ കാണേണ്ട ദിവസമായി. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവർ ചന്ദ്രൻ ഒരു വാടക കാറുമായി എത്തി. ഇന്ന് ഞാൻ കുട്ടിക്ക് ഡോക്ടർ ഉമാമഹേശ്വരിയെ കാണിച്ചു തരാം. നീ എൻ്റെ ഒപ്പം പോന്നോളൂ. ഇന്ന് വേണ്ട മുത്തശ്ശി, അടുത്ത തവണയാവാം. ഇന്ന് ഞാൻ കാറിലിരുന്നോളാം. മുത്തശ്ശി ചന്ദ്രനൊപ്പം പോയി വന്നാൽ മതി. ഇത്രയും ആകാംക്ഷ കാട്ടിട്ട് ഇപ്പോഴെന്താ ഒരു മനമാറ്റം? 41 നിർമ്മാല്യം തികയട്ടെ മുത്തശ്ശി. ആ ഡോക്ടറുടെ മകൻ അവരുടെ അരികിലെത്തട്ടെ. അന്നേരം ആ മുഖത്തെ സന്തോഷം കാണാലോ എനിക്ക്. മിടുക്കി. അവർ അമ്മുവിൻ്റെ കവിളിൽ മുത്തമിട്ടു. ഇല്ലത്തമ്മയുടെ കൈപിടിച്ച് ചന്ദ്രൻ അകത്തേക്ക് പോയപ്പോൾ സ്വന്തം വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്ത വാടക കാറിൽ അവൾ കാത്തിരുന്നു. വീടിന് ഒരു മാറ്റവുമില്ല. 7 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ നട്ട ചുവന്ന റോസുകളിൽ ഇപ്പോഴും പൂവുകളുണ്ട്. അന്ന് പൂവിടാഞ്ഞ ക്രിസാന്തിമങ്ങളിലും നിറയെ പൂവുകൾ. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നിറഞ്ഞ സന്തോഷത്തോടെ മുത്തശ്ശി വന്ന് കാറിൻ്റെ ഡോർ തുറന്ന് അമ്മുവിൻ്റെ അരികിലിരുന്നു. എന്താ മുത്തശ്ശി ഇത്ര സന്തോഷം? അവൾ തിരക്കി. മുത്തശ്ശിയുടെ അസുഖം മാറിയെന്ന് ഡോക്ടർ പറഞ്ഞോ? എൻ്റെ അസുഖത്തിന് മാറ്റമൊന്നുമില്ല കുട്ടി. അത് എന്നെ കൊണ്ടേ പോവൂ. സന്തോഷത്തോടെയാണ് ഇല്ലത്തമ്മ പറഞ്ഞത്. പക്ഷേ ഡോക്ടറുടെ ഭർത്താവിന് മാറ്റമുണ്ട്. അദ്ദേഹം എഴുന്നേറ്റിരുന്നു. ഇപ്പോഴും മിണ്ടിയില്ലെങ്കിലും എൻ്റെ നിർമ്മാല്യം ഇനിയും 41 തികഞ്ഞിട്ടില്ല. സന്തോഷം കൊണ്ട് അമ്മ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു. ആ മുഖം നിറയെ ഉമ്മകൾ നൽകി. ഇനി അടുത്ത തവണ നമ്മൾ വരുമ്പോഴേക്കും അച്ഛൻ മിണ്ടാനും തുടങ്ങിയിരിക്കും. അച്ഛനോ? ഇല്ലത്തമ്മ അവളെ അത്ഭുതത്തിൽ നോക്കി. അച്ഛൻ എന്ന് പറഞ്ഞാൽ ആ ഡോക്ടറുടെ മക്കളുടെ അച്ഛൻ. അത്രയേ ഉള്ളൂ അല്ലേ? ഞാൻ വിചാരിച്ചു നീയും അദ്ദേഹത്തെ അച്ഛനായി സങ്കല്പിച്ച് തുടങ്ങിയോന്ന്. പിന്നെ അവർ ചന്ദ്രനോട് പറഞ്ഞു. ചന്ദ്ര, എൻ്റെ അലാറം ടൈം പീസ് ഇപ്പം തെറ്റിയ അലാറം തരുന്നത്. വണ്ടി മറൈൻ ഡ്രൈവ് വഴി വിട്. അവിടെ എനിക്കറിയാവുന്ന ഒരു കടയുണ്ട്. അവിടെ നിന്ന് ഒരു പുതിയ ടൈം പീസ് വാങ്ങണം. അതോടെ ചന്ദ്രൻ വണ്ടി പുറത്തേക്ക് തിരിച്ചു. മറൈൻ ഡ്രൈവിലെ കടയിൽ നിന്ന് പുതിയ ടൈം പീസ് വാങ്ങി ഇല്ലത്തമ്മയോടൊപ്പം കാറിൽ വന്ന് കയറിയപ്പോഴാണ് മറ്റൊരു ഷോപ്പിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വന്ന് പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു കാറിൽ കയറുന്നത് അമ്മ കണ്ടത്. അവൾ വല്ലാതെ സ്തബ്ധയായി. ഒരു നിമിഷത്തേക്കായാലും ആ സ്ത്രീയുടെ മുഖം അമ്മ വ്യക്തമായി കണ്ടതാണ്. അച്ഛനോടും തന്നോടുമൊപ്പം തങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ച് ഒടുവിൽ വീട് വിട്ടുപോയ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സിൻഡർലയായിരുന്നു അത്. സിൻഡർല ആൻറ്റി എന്ന് അവൾ വിളിച്ചപ്പോഴേക്കും ആ കാർ നീങ്ങിക്കഴിഞ്ഞു. ആരെയെ കുട്ടി നീ വിളിച്ചത്? അന്താളിപ്പിലില്ലത്തമ്മ അമ്മുവിനെ നോക്കി. നിനക്ക് പരിചയമുള്ള ആരെങ്കിലുമാണോ? സ്വയം മറന്ന് വിളിച്ചു പോയതാണ് അവൾ. മരിച്ചുപോയി എന്നും ആത്മഹത്യ ചെയ്തു എന്നും വാർത്ത വന്നപ്പോൾ അങ്ങനെ ഒരാൾ പെട്ടെന്ന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് കണ്ടപ്പോൾ പരിസരബോധം നഷ്ടപ്പെട്ടുപോയി. ഇല്ലത്തമ്മയുടെ ചോദ്യത്തിന് നോട്ടത്തിന് മുന്നിൽ അമ്മു ശരിക്കും പതറി. ഉത്തരം പറയാനാവാതെ അവൾ കിതച്ചു. എന്താ മോളെ നീ മിണ്ടാത്തെ? നിനക്ക് എന്ത് പറ്റി? ഞാൻ പറയാം. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ചന്ദ്രൻ ചിരിച്ചു. അത് നോർത്തിൽ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സിൻഡർലയ വലിയമ്മേ. ചോറ്റാനിക്കരയെന്ന് പഠനവൈകല്യമുള്ള 2 കൊച്ചുങ്ങളെ ഞാനവിടെ കൊണ്ടുപോയിട്ടുണ്ട്. 3 വർഷം അമേരിക്കയിൽ നിന്ന് ഉപരിപഠനം കഴിഞ്ഞു വന്ന ഡോക്ടർ അത്. അവർ ആത്മഹത്യ ചെയ്തെന്നൊക്കെ ഒരിടയ്ക്ക് വാർത്ത വന്നതാ കേട്ടോ. അവരെ എങ്ങനെയാ നിനക്ക് പരിചയം?
ഇല്ലത്തമ്മ വീണ്ടും അമ്മുവിനെ ചോദ്യം ചെയ്തു. ചന്ദ്രൻ പറഞ്ഞ പേര് തന്നെയാണല്ലോ നീ ഇപ്പോൾ അവരെ വിളിച്ചത്? ഇല്ലത്തമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു നുണ പറയുകയെ നിവൃത്തിയുള്ളതെന്ന് അവൾക്ക് മനസ്സിലായി. ചെന്നൈയിലെ അബിയമ്മയുടെ വീട്ടിൽ നിന്നും സ്റ്റെല്ലാമ്മയുടെ കസ്റ്റഡിയിൽ നിന്നുമൊക്കെ പോകുന്നതിൽ അമ്മുവിന് വിഷമം ഉണ്ടായിരുന്നില്ല. എന്നാൽ തൻ്റെ അച്ഛമ്മയുടെ പ്രായവും പ്രകൃതമുള്ള ഈ ഇല്ലത്തമ്മയുടെ വീട്ടിൽ നിന്ന് പുറത്താകുന്നതിൽ നല്ല വ്യസനമുണ്ടായിരുന്നു. ഇവിടെ നിന്നാൽ അമ്മയെക്കുറിച്ചും അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ചും അറിയാനും കഴിയും. ഒരു ദിവസം ഇല്ലത്തമ്മയോടൊപ്പം അമ്മയുടെ മുന്നിൽ ചെല്ലണമെന്നും അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ താൻ കാരണമാണ് അച്ഛന് ആക്സിഡൻ്റ് ഉണ്ടായതെന്ന അറിവ് അവളെ ഭയപ്പെടുത്തി. ഇനി അച്ഛനെ സുഖമായ ശേഷമേ ആ മുന്നിലെത്താൻ കഴിയൂ. എന്താ കുട്ടിയൊന്നും മിണ്ടാത്തത്? ഇല്ലത്തമ്മയ്ക്ക് ചുണ്ടി വന്നു. ഉള്ളിൽ കള്ളത്തരമുള്ളവരെ എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ വൈകുന്നത്. ആ ഡോക്ടറെ വീട്ടിൽ ഞാൻ മുമ്പ് ജോലി ചെയ്തിട്ടുണ്ട് മുത്തശ്ശി. അതുകൊണ്ടാണ് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ അറിയാതെ വിളിച്ചു പോയത്. മുമ്പ് നീ ചെന്നൈയിലും ഹൈദരാബാദിലുമൊക്കെ ആയിരുന്നെന്നല്ലേ പറഞ്ഞത്? അതിനു മുമ്പാണ് ഞാൻ സിൻഡർലാൻഡിൽ വീട്ടിൽ നിന്നത്, ആൻറ്റി വിദേശത്ത് പോകും മുമ്പ്. എല്ലാം കേട്ടുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ചന്ദ്രൻ ഉറക്കെ ചിരിച്ചു. അപ്പോൾ ഈ കുട്ടി വലിയമ്മയുടെ പേരക്കുട്ടിയാണെന്ന് പറഞ്ഞത് പൊളിയായിരുന്നു അല്ലേ? ചെന്നൈയിൽ നിന്ന് വെളുപ്പിനെ വന്നെന്നൊക്കെ കേട്ടപ്പം ഞാനങ്ങ് വിരണ്ടു പോയി. ചെന്നൈയിൽ ആരെൻ്റെ അടുക്കളയിൽ പാത്രം കഴുകലായിരുന്നു പണിയല്ലേ? മോൻ കണ്ടാൽ നല്ല വീട്ടിൽ പിറന്ന കൊച്ചായി തോന്നുമെങ്കിലും ആദ്യ കാഴ്ചയിലെ തെണ്ടി തിരിഞ്ഞു വന്ന ഒരു ലക്ഷണമുണ്ടായിരുന്നു. വലിയമ്മയ്ക്കാണെങ്കിൽ തെണ്ടി നടക്കുന്നവരോട് തീരാത്ത കനിവും. കഴുത്തേക്ക് ഇറക്കുന്നത് പൊട്ടിച്ചുകൊണ്ട് പോകുമ്പോഴേ അറിയൂ. ചന്ദ്ര, ഇല്ലത്തമ്മ ശാസിച്ചു. വായടിച്ചിട്ട് നീ വണ്ടിയെടുക്ക്. ഇനി എങ്ങോട്ടാ? ചന്ദ്രൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു. ഇല്ലത്തേക്കാണോ? അതാ മറ്റെവിടെയെങ്കിലും കയറണോ? എവിടെയും കയറണ്ട. ആ മുഖത്തെ ഗൗരവം അയഞ്ഞില്ല. നേരെ വിട്ടാൽ മതി. തന്നോടുള്ള ദേഷ്യമാണ് മുത്തശ്ശി ചന്ദ്രനോട് കാണിക്കുന്നതെന്ന് അമ്മുവിന് തോന്നി. ഇല്ലത്തെ ചെന്നാലുടൻ പുലരുമ്പോൾ സ്ഥലം വിട്ടോളണമെന്ന് കൽപ്പിക്കുമായിരിക്കും. എങ്ങോട്ടാ നീ പോവുക? ഇവിടുന്ന് പോകുന്നതിലും 41 ദിവസത്തെ നിർമ്മാല്യം മുടങ്ങുമെന്നതാണ്. തൻ്റെ അപ്പേട്ടൻ തിരിച്ചു വരണം. എത്ര കാലമായി തങ്ങൾ പിരിഞ്ഞു കഴിയുന്നു. താനും അപ്പേട്ടനും അമ്മയും അച്ഛനും ഒരുമിച്ച് ഒരു ദിവസമെങ്കിലും തങ്ങളുടെ പഴയ വീട്ടിൽ സന്തോഷമായി ജീവിക്കണം. അതോർത്തപ്പോൾ അവളുടെ കണ്ണുകൾ തുളുമ്പി. കണ്ണു തുറച്ചുകൊണ്ട് അമ്മ തിരിഞ്ഞപ്പോൾ തന്നെ ഉത്കണ്ഠയിൽ നോക്കുന്ന ഇല്ലത്തമ്മയാണ് കണ്ടത്. പെട്ടെന്ന് അവർ അവളെ ചേർത്ത് പിടിച്ചു തഴുകി. സാരില്ല കുട്ടി, ഈ ചെറുപ്രായത്തിലെ എത്ര കഷ്ടപ്പാടുകൾ നീ അനുഭവിച്ചു. മുത്തശ്ശി അതൊന്നും അറിഞ്ഞില്ലല്ലോ. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട വലിയമ്മേ, ഡ്രൈവിങ്ങിനിടയിൽ ചന്ദ്രൻ പറഞ്ഞു. തീയിൽ കുരുത്തതാ ഇതുങ്ങൾ, വെയിലത്ത് പാടില്ലെന്നേ. ആവശ്യമില്ലാത്തതൊന്നും പറയണ്ടെന്ന് ചന്ദ്രനോട് ഞാൻ പറഞ്ഞു. ഇല്ല, ഞാൻ ഇനി മിണ്ടറില്ല. പക്ഷേ അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോൾ അറിയും. തെരുവിന് ഒരു പ്രത്യേക സംസ്കാരമുണ്ട് വലിയമ്മ. ഇത് തറവാടുകൾക്കുള്ളിൽ കഴിയുന്നവർക്ക് മനസ്സിലാവില്ല. ഇല്ലത്തമ്മ അമർഷത്തിൽ മുഖം തിരിച്ചിരുന്നു. ഇല്ലത്ത് ചെന്ന് കഴിഞ്ഞ് അവർ അമ്മുവിനോട് ചോദിച്ചു. എന്തിനാ നീ ആ ചന്ദ്രൻ്റെ മുന്നിൽ വെച്ച് ആ ഡോക്ടറെ വീട്ടിൽ പണിക്കുന്ന കാര്യം പറഞ്ഞത്? അവരൊന്നും നല്ല ആളുകളല്ല. എൻ്റെ പേരക്കുട്ടിയാണെന്ന് അറിയുമ്പോൾ നിന്നെ ഉപദ്രവിക്കില്ലെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു നുണ അവനോട് പറഞ്ഞത്. അതിപ്പോൾ പൊളിഞ്ഞില്ലേ? മുത്തശ്ശി നിർബന്ധിച്ചുകൊണ്ടല്ലേ ഞാനങ്ങനെ പറഞ്ഞത്. ആ ഡോക്ടറെ വീട്ടിൽ നീ പണിക്ക് നിന്ന് കാണുമെന്ന് എനിക്ക് ഊഹിക്കാനേ കഴിഞ്ഞില്ല. ഏതായാലും സാരില്ല, നീ ഇനി മറ്റെങ്ങോട്ടും പോകണ്ട. എൻ്റെ പേരക്കുട്ടിയായി തന്നെ ഇവിടെ കഴിഞ്ഞാൽ മതി. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. കരയണ്ട. ഇല്ലത്തമ്മ തന്നെ നേരിയതിൻ്റെ തുമ്പുകൊണ്ട് അവളുടെ കണ്ണു തുറച്ചു. പിന്നെ അവർ ഡ്രൈവർ ചന്ദ്രനെ ഫോണിൽ വിളിച്ച് അറിയിച്ചു. ചന്ദ്ര, എൻ്റെ ഇല്ലത്ത് താമസിക്കുന്ന ആ കുട്ടി ഇവിടെയുണ്ടെന്ന് ആ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനോട് പറയണ്ട കേട്ടോ. ഇനി അവളെ ഒരിടത്തേക്കും വീട്ടുജോലിക്ക് ഞാൻ അയക്കുന്നില്ല. എൻ്റെ പേരക്കുട്ടിയായി ഞാൻ അവളെ ഇവിടെ താമസിപ്പിക്കാൻ പോവാം. എനിക്കും വേണ്ടേ സ്വന്തമായ ആരെങ്കിലും ഈ ഇല്ലത്ത്. അവളാണെങ്കിൽ നല്ല വിശ്വസ്തയാ. നീയും അവളെ എൻ്റെ പേരക്കുട്ടിയുടെ സ്ഥാനത്ത് തന്നെ കണ്ടാൽ മതി. വിശ്വസ്തയാണെന്ന് പറഞ്ഞ് കയറി വരുന്നവരെയെല്ലാം ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കല്ലേ വലിയമ്മേ? അപകടമാ. പൊന്നും പണവുമെല്ലാം നിറയെ ഉണ്ടാവില്ലേ ഈ ഇല്ലത്ത്? വലിയമ്മയ്ക്ക് തുണയ്ക്ക് മക്കൾ വെച്ചിരിക്കുന്നതാണെങ്കിൽ വലിയമ്മയ്ക്കുള്ള അവശനായ ഒരാളെ എഴുന്നേൽക്കാൻ പോലും വയ്യ. ആ കിഴവന് അയാൾക്ക് ഇനി അധികം ആയുസ്സുണ്ടാവില്ല വലിയമ്മേ. നീ വെറുതെ എഴുതാപ്പുറം വായിക്കേണ്ട ചന്ദ്ര. ഇവിടെ എൻ്റെ ഒപ്പമുള്ള ആ പുതിയ കുട്ടിയെക്കുറിച്ച് നീ പുറത്താരോടും പറയണ്ട. അതുമാത്രം പറയാനാ ഞാൻ നിന്നെ വിളിച്ചേ. ആരുടെയും വിശ്വസ്തതയും ആയുസ്സുമൊന്നും നീ പ്രവചിക്കേണ്ട. നിനക്ക് എത്ര ആയുസ്സുണ്ടെന്ന് അറിയോ നിനക്ക്? നിൻ്റെ വിശ്വസ്തതയുടെയും കണക്കൊന്നും എൻ്റെ കൈവശമില്ല. നീ ഏത് തരക്കാരനൊന്നും എനിക്കറിയില്ല. അതൊന്നും എനിക്കറിയാൻ വേണ്ട. നിന്നെ എനിക്ക് പറ്റാതായാൽ ഞാൻ തന്നെ പറയും മേലാൽ വരണ്ടാന്ന്. ആ അവസാന വാചകം ചന്ദ്രനെ ഒന്ന് പരിഭ്രമിപ്പിച്ചു. ഓരോ ഓട്ടത്തിനും ഇരട്ടി കാശ് പറ്റാറുണ്ട് വലിയമ്മയിൽ നിന്ന്. കൂടാതെ ഒരു ടിപ്പും തരും തള്ള. വല്ലപ്പോഴും കടം വാങ്ങാനും പറ്റും. തിരിച്ചു ചോദിക്കാറില്ലാത്തതുകൊണ്ട് കൊടുക്കേണ്ട ബാധ്യതയും തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു പൊന്മുട്ടയിരുന്ന താറാവിനെ ഒറ്റയടിക്ക് കൊല്ലണത് എന്തിന്? അയ്യോ വലിയമ്മേ. അവൻ്റെ സ്വരം മൃദുവായി. വലിയമ്മയുടെ ഇല്ലത്ത് കാണുന്നതിനെയും കേൾക്കുന്നതിനെയും കുറിച്ച് ഞാൻ പുറത്ത് ആരോടും പറയാറില്ല. പിന്നെന്തിനാ ആ ഇത്തിരിയില്ലാത്ത പെങ്കൊച്ചിനെ കുറിച്ച് വല്ലവരോടും ഒക്കെ പറയുന്നത്? അതിൻ്റെ പേരെന്താണെന്ന് പോലും എനിക്കറിയില്ല. എന്താ വലിയമ്മ ആ കുട്ടിയുടെ പേര്? അടുപ്പമില്ലാത്തവരുടെ അടുത്ത് പെൺകുട്ടികളുടെ പേര് പറയുന്നത് അപകടമാണെന്ന് ഇല്ലത്തമ്മയ്ക്കറിയാം. ദുഷ്ടന്മാരോട് ഒരു നുണ പറയുന്നതിൽ തെറ്റില്ലെന്നും അവർ വിശ്വസിക്കുന്നു. അത്
അത് ശ്രീദേവി. ശ്രീദേവിയോ? ചന്ദ്രന് ചിരി വന്നു. പഴഞ്ച പേരാണല്ലോ വലിയമ്മ ഇത്. മുമ്പ് വലിയമ്മ പറഞ്ഞത് മറ്റൊരു പേരായിരുന്നോ എന്ന് അവന് സംശയമുണ്ടായിരുന്നു. ഇതെൻ്റെ മൂത്ത പെങ്ങളുടെ പേരാ, അതുകൊണ്ട് ഞാനത് മറക്കൂല എന്ന് വെച്ച് ഞാനിത് അവരോട് പറയില്ല കേട്ടോ. പോരെ വലിയമ്മേ? മതി. ഇല്ലത്തമ്മ ഫോൺ വെച്ചു. ചന്ദ്രൻ ആ പേര് മനസ്സിൽ കുറിച്ചിട്ടു. അടുത്ത തവണ ചോറ്റാനിക്കരിൽ നിന്ന് രാമകൃഷ്ണൻ്റെ മകൾ ശില്പയും കൊണ്ട് പരീക്ഷാ പേടിക്കുള്ള ചികിത്സയ്ക്കായി ഡോക്ടർ സിൻഡ്രല്ലയുടെ അടുത്ത് ചെന്നപ്പോൾ അവൻ രഹസ്യമായി തിരക്കി. ശ്രീദേവി എന്ന് പറയേണ്ട 11 12 വയസ്സുള്ളൊരു കുട്ടിയെ അറിയാമോ ഡോക്ടർക്ക്? ശ്രീദേവിയോ? സിൻഡ്രല്ലയുടെ മിഴികൾ വിടർന്നു. എവിടെ നിന്നുള്ള കുട്ടിയാ? ഇതും ചോറ്റാനിക്കര പരിസരത്ത് തന്നെയുള്ള ഒരു കുട്ടിയാ. അനാഥ കുട്ടിയാണെന്നാ തോന്നുന്നേ. അനാഥ കുട്ടിയോ? അവൾക്ക് അത്ഭുതമായി. ആരാ അവളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്? ചികിത്സയ്ക്കായി കൊണ്ടുവന്ന കുട്ടിയൊന്നുമല്ല ഡോക്ടറെ, ചന്ദ്രൻ വിശദീകരിച്ചു. ഇവിടെ വീട്ടുപണിക്ക് നിന്ന കൊച്ച. ഡോക്ടർ അമേരിക്കയ്ക്ക് പോകും മുമ്പ് അതിവിടെ നിന്നത്. അമേരിക്കയിൽ പോകുമ്പോൾ ഞാൻ സ്ഥിരമായി ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. അതിനു മുമ്പ് ഓർഫനേജിലും. അക്കാലത്തൊന്നും ഞാൻ വീടെടുത്ത് താമസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വീട്ടുപണിക്ക് ആരെയും വെച്ചിരുന്നുമില്ല. ചേടാ, ചന്ദ്രൻ കൈക്കുടഞ്ഞു. അവൾ എന്നെ മാത്രമല്ല ആ വലിയമ്മയെയും കണക്കിന് പറ്റിച്ചല്ലോ. ആരുടെ കാര്യമാ പറയുന്നത്? ആരാ വലിയമ്മ? ശ്രീദേവി എന്ന് പറഞ്ഞ ആ പെണ്ണിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവളിപ്പം ചോറ്റാനിക്കരയിൽ ഒരില്ലത്തെ വലിയമ്മയുടെ ഒപ്പമാ പൊറുതി. കഴിഞ്ഞ ആഴ്ച മറൈൻ ഡ്രൈവിൽ വെച്ച് ഡോക്ടർ കണ്ട് അവൾ സിൻഡർലാൻഡിൽ ഒക്കെ വിളിക്കുക. അവൾക്കറിയില്ലല്ലോ എനിക്ക് ഡോക്ടർ അറിയാവുന്ന കാര്യം. ഞാനുടനെ അവളെ ചോദ്യം ചെയ്തു. അപ്പോഴാണ് അവൾ പറഞ്ഞത് ഡോക്ടർ അമേരിക്കയ്ക്ക് പോകും മുമ്പ് ഡോക്ടറോടൊപ്പം വീട്ടുപണിക്ക് നിന്നിട്ടുണ്ടെന്ന്. സിൻഡ്രല്ലയുടെ ചുണ്ടിൽ ഒരു ചിരിയൂറി. ശ്രീദേവി എന്ന പേരിൽ എനിക്ക് ആരെയും അറിയില്ല, കുട്ടികളെയും മുതിർന്നവരെയും. അയാൾ മൂക്കിൽ വിരൽ ചേർത്തു. ആ അസത്തെങ്ങാൻ പേര് മാറ്റി പറഞ്ഞതാവുമോ ഡോക്ടറെ? ഭൂലോക കള്ളി തന്നെ, ഭയങ്കരി. പേര് മാത്രമല്ല മാറിയത്, ഈ സംഭവം മൊത്തം കളവാ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വീട്ടുപണിക്കാരിയെ വെച്ചിട്ടില്ല. എന്നിട്ട് അവൾ ഡോക്ടറെ കണ്ട് സിൻഡർലാൻഡിൽ നിന്ന് വിളിച്ചതാ. അതിശയം. കണ്ട് പരിചയമില്ലാതെ പേര് ചൊല്ലി വിളിക്കില്ലല്ലോ. എവിടെയെങ്കിലും വെച്ച് ഡോക്ടറെ അവൾക്കറിയാമായിരിക്കും. വീട്ടുപണിക്ക് നിന്നെന്ന് പറഞ്ഞത് മാത്രമാവും കളവ്. ഏതായാലും അവളെ ഞാൻ കണ്ടോളാം. ഈ ബിലാത്തി ചന്ദ്രൻ്റെ അടുത്ത അവളുടെ 18ാമത്തെ അടവ്. വാതിൽ തുറന്ന് ചന്ദ്രൻ വെളിയിലേക്ക് പോയി. കഴിഞ്ഞ ആഴ്ച മറൈൻ ഡ്രൈവിൽ ഒരു ഷോപ്പിൽ കയറിയത് സിൻഡ്രല്ലയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നു. തന്നെ കണ്ട് സിൻഡർലാൻഡ് എന്ന് ഒരു പെൺകുട്ടി വിളിക്കണമെങ്കിൽ അതാരായിരിക്കും? ഡോക്ടറെ എന്ന് വിളിക്കുന്നവരാണ് അധികം. സുഹൃത്തുക്കളുടെ മക്കൾ പോലും അങ്ങനെയാണ് വിളിക്കാറ്. അല്ലാത്തവർ വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ. അതിൽ മുന്നിൽ നിൽക്കുന്നത് അമ്മുവാണ്. തനിക്ക് പിറക്കാതെ പോയ തൻ്റെ മകൾ. ഇപ്പോഴും ആ ചിത്രം കൈവശമുണ്ട്. മൊബൈൽ ഫോണുകളിലും നിറയെ ആ ഫോട്ടോഗ്രാഫുകളാണ്. അമേരിക്കയിൽ കഴിയുമ്പോൾ തൻ്റെ ഏക ആശ്വാസവും ആ മുഖമായിരുന്നു. കോഴ്സ് പൂർത്തിയാക്കി തിരിച്ചെത്തിയപ്പോൾ സ്വീകരിച്ചത് നടക്കുന്ന വാർത്തകളായിരുന്നു. തൻ്റെ ആത്മഹത്യ ശ്രമത്തിന് ഡോക്ടർ ബാലുവിനെ മീഡിയക്കാർ ശിക്ഷിച്ചത്. മകളെ കാണാതായതോടൊപ്പം ബാലു ആക്സിഡൻറ്റിൽ അബോധാവസ്ഥയിലായത്. ഒരു തവണ ഒന്ന് ചെന്ന് കാണണമെന്ന് അടങ്ങാത്ത ആഗ്രഹമുണ്ടായിരുന്നു. മനസ്സിൻ്റെ ആ തിരതല്ലലുകളെ പണിപ്പെട്ട് അമർത്തി. ഉമ്മയുടെ വീട്ടിൽ കഴിയുന്ന ബാലുവിനെ ചെന്ന് കണ്ട് ഇനിയും അവരുടെ ജീവിതത്തിൽ പൊല്ലാപ്പുകൾ ഉണ്ടാക്കണ്ട. അച്ഛനും അമ്മയ്ക്കൊപ്പം സന്തോഷമായി ജീവിക്കുന്ന അപ്പുവിൻ്റെ മനസ്സിൽ വീണ്ടും കാലുഷ്യം നിറയ്ക്കേണ്ട. എന്നാൽ അപ്പുവിനെ കാണാനില്ലെന്ന് വാർത്ത വന്നപ്പോൾ ശരിക്കും തകർന്നു പോയി. ഈ ഷോക്കുകളൊക്കെ ഉമ്മ എങ്ങനെ താങ്ങുമെന്നാണ് ഭയപ്പെട്ടത്. അകന്നിരുന്ന് പ്രാർത്ഥിക്കാനാണ് ശ്രമിച്ചത്. ചൊവ്വാഴ്ചകൾ തോറും കലൂർ പള്ളിയിൽ പോയി മുടങ്ങാതെ നൊവേനകൾ കൂടി. അന്നത്തെ ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞുള്ള നൊവേനയിലാണ് സിൻഡ്രല്ല പങ്കെടുത്തത്. മെഴുകുതിരി കത്തിച്ച് മാല ചാർത്താനുള്ളവരുടെ ക്യൂവിൽ തിങ്ങി നിൽക്കുമ്പോഴും അവൾ ആലോചിച്ചത് തന്നെ സിൻഡർലാൻഡ് എന്ന് വിളിച്ച കുട്ടി ആരാണെന്നാണ്. അത് തൻ്റെ പ്രിയപ്പെട്ട അമ്മുവാണോ? പക്ഷേ അത് അസാധ്യമാണ്. 2 ഡോക്ടർമാരുടെ പ്രിയപുത്രിയായ പെൺകുട്ടി എന്തിനാണ് ചോറ്റാനിക്കരയിലുള്ള ഒരു വീട്ടിൽ വീട്ടുജോലിക്കാരിയായി കഴിയുന്നത്? അവളെ കാണാതായതിൻ്റെ പേരിലാണ് ഡോക്ടർ ബാലഗോപാൽ അനക്കമറ്റ കിടക്കയിൽ കഴിയുന്നത്. 11 വയസ്സുള്ള ഇക്കാലത്ത് ഒരു കുട്ടിക്ക് ആരുടെയും സഹായമില്ലാതെ ചോറ്റാനിക്കരയിൽ നിന്ന് പനമ്പിള്ളി നഗറുള്ള സ്വന്തം വീട്ടിൽ എത്താവുന്നതേയുള്ളൂ. ഇല്ല, അതൊരിക്കലും അമ്മു ആയിരിക്കില്ല. അപ്പോൾ പിന്നെ തന്നെ സിൻഡർലാൻഡ് എന്ന് വിളിച്ച കുട്ടി ആരാണ്? അപ്പോഴേക്കും സിൻഡ്രല്ല പുണ്യവാളുടെ തിരുസന്നിധിയിൽ എത്തിയിരുന്നു. മാല ചാർത്തി അവൾ പുറത്തു കടന്നപ്പോഴേക്കും മുന്നിൽ ഡോക്ടർ തിമോത്തി കാത്തു നിൽക്കുന്നു. സിൻഡ്രല്ല മന്ദഹസിച്ചതും അയാളൊരു ക്ഷണം ബ്രെഡ് അവൾക്ക് നീട്ടി. ഇത് കഴിച്ചോളൂ, പുണ്യാളൻ ഞാൻ കാണിക്ക വെച്ചതിൽ ഒരു ഭാഗമാണ്. ഇന്നെന്താ ഡോക്ടർ വിശേഷം? എനിക്കൊരു പേരക്കുട്ടി ഉണ്ടായിരിക്കുന്നു. എൻ്റെ ഏക മകൾ വയലറ്റ് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ചൊവ്വാഴ്ചകൾ പുണ്യാളുടെ ദിനങ്ങളാണ്. പണ്ടൊക്കെ എനിക്ക് ട്യൂസ്ഡേയ്സ് ബാഡ് ഡേയ്സ് ആയിരുന്നു. പുണ്യാളനാണ് അത് നല്ല ദിവസങ്ങളാക്കി മാറ്റിയത്. കൺഗ്രാജുലേഷൻസ് ഡോക്ടർ, സിൻഡ്രല്ല ആശംസിച്ചു. താങ്ക് യു. സത്യത്തിൽ സിൻഡ്രല്ലയെ കണ്ടതുകൊണ്ട് പറയുകയല്ല, എനിക്ക് താങ്കളെ കൊണ്ട് ഒരാവശ്യമുണ്ടായിരിക്കുന്നു. ചെയ്യുന്ന തൊഴിലുകളെ താങ്കൾ എത്ര ഹൈറ്റ്സിലാണെന്ന് എനിക്കറിയാം. താങ്കളെ അല്ലാതെ ഒരാളെ എനിക്ക് ഈ കേസ് ഡിസ്കസ് ചെയ്യാൻ ഈ കൊച്ചു കേരളത്തിൽ കിട്ടാനില്ല. അവൾക്ക് അത്ഭുതമായി. ഇന്ത്യയിലെ ENT സർജന്മാരിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളാണ് ഡോക്ടർ തിമോത്തി. ആംഗ്ലോ ഇന്ത്യനാണെങ്കിലും തലമുറകളായി കൊച്ചിയിൽ താമസിക്കുന്ന ആൾ.
അദ്ദേഹത്തിന് എന്താണാവോ തന്നിൽ നിന്ന് ഒരു സഹായം? പറയൂ ഡോക്ടർ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? പുണ്യാളുടെ സന്നിധിയിൽ വെച്ച് തന്നെ പറയൂ. യെസ്, ഡോക്ടർ തിമോത്തി തലയാട്ടി. ഒരു ചെറുപ്പക്കാരൻ, സത്യത്തിൽ ചെറുപ്പക്കാരനെന്നോ കുട്ടിയെന്നോ പറയേണ്ടതെന്ന് എനിക്ക് സംശയമുണ്ട്. 18 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവില്ല. ഏതോ തീവണ്ടിയിൽ നിന്ന് വീണതാണ്. വീണതോ ചാടിയതോ തള്ളിയിട്ടതോ എന്ന് ഉറപ്പില്ല. ഒരു രാത്രിയും പാതി പകലും റെയിൽവേ ട്രാക്കിലെ പൊന്തകൾക്കിടയിൽ കിടന്ന ശേഷമാണ് എൻ്റെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. തിരിച്ചറിയാൻ വയ്യാത്ത വിധം മുഖം കേടുവന്നിരുന്നു. ഹെഡ് ഇഞ്ചുറിയാണ്. കൊണ്ടുവരുമ്പോൾ ഒരു 25 വയസ്സ് മതിച്ചിരുന്നു. പിന്നീടാണ് അവൻ കുട്ടിയാണെന്ന് മനസ്സിലായത്. ഇപ്പോഴും ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്നലെ അവന് ബോധം വന്നു. സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഹീ കോൺ സ്പീക്ക്. ചലനമറ്റ് നിന്നിരുന്ന സിൻഡ്രല്ല തിരിഞ്ഞ് പുണ്യാളൻ്റെ കബറിടത്തിലേക്ക് കണ്ണു നട്ടു. ജീസസ്. സ്വന്തം ഹൃദയത്തോട് അവൾ കൈത്തലം അമർത്തി. പുണ്യാളൻ്റെ കബറിടത്തിന് മുന്നിലെത്തിയപ്പോൾ ഓർത്തത് അമ്മുവിനെക്കുറിച്ചായിരുന്നു. ഇപ്പോൾ ഡോക്ടർ തിമോത്തി പറയുന്നത് ആരെക്കുറിച്ചാവാം? സിൻഡ്രല്ല തിരിഞ്ഞ് ഡോക്ടറെ നോക്കി. ഈ പേഷ്യൻ്റ് ഹോസ്പിറ്റലിലെത്തിയത് എത്ര നാൾ മുമ്പായിരുന്നു ഡോക്ടർ? ഒന്ന് ആലോചിച്ചിട്ടാണ് അദ്ദേഹം ഒരു തീയതി പറഞ്ഞത്. അവളുടെ മുഖം വിളറി. അപ്പുവിനെ കാണാതായ തീയതി സിൻഡ്രല്ലയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നു. അവനെ തേടിക്കൊണ്ട് ഡോക്ടർ ഉമ മഹേശ്വരി നൽകിയ പത്രറിയിപ്പ് അവൾ വെട്ടി ഡയറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വിഷമിക്കേണ്ട, ഡോക്ടർ തിമോത്തി സിൻഡ്രല്ലയോട് പറഞ്ഞു. നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ എന്തെങ്കിലുമോ ഡോക്ടർ സൗകര്യപൂർവ്വം ഒരു ദിവസം എൻ്റെ നേഴ്സിംഗ് ഹോമിൽ എത്തിയാൽ മതി. ഒന്ന് റിങ് ചെയ്യുകയേ വേണ്ടൂ. ഞാൻ വണ്ടി അയക്കാം. വേണ്ട ഡോക്ടർ, ഞാൻ എൻ്റെ വണ്ടിയിൽ താനെ ഡ്രൈവ് ചെയ്തു വന്നോളാം. ഓക്കെ, അതൊക്കെ താങ്കളുടെ ഇഷ്ടം. എൻ്റെ ഏക ആവശ്യം ആ പയ്യൻ്റെ വെയറബൌട്ട്സാണ്. വേണമെങ്കിൽ ഫോട്ടോ വച്ച് ഒരു പത്രാറിയിപ്പിലൂടെ അതെനിക്ക് സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അവൻ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചതാണെങ്കിൽ ഇത്തരമൊരു പത്രാറിയിപ്പോടെ ആ ജീവന് വീണ്ടും ഭീഷണി നേരിടേണ്ടി വന്നാലോ? ഡോക്ടറുടെ കാഴ്ചപ്പാടിൽ അവൻ ഏതെങ്കിലും നല്ല കുടുംബത്തിൽ നിന്ന് കാണാതായ കുട്ടിയാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. പരിക്കുകളോടെ ഭേദമായ ശേഷമാണ് ഞാൻ അവനെ വാച്ച് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അവനെ കാണാതായ സമയത്ത് ബന്ധുക്കൾ ഫോട്ടോഗ്രാഫ് വെച്ച് പത്രറിയിപ്പ് നൽകാൻ സാധ്യതയുണ്ടല്ലോ. പഴയ പത്രങ്ങൾ പരിശോധിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പോലീസിൽ അറിയിച്ചാൽ അവരവൻ്റെ വിവരങ്ങൾ കണ്ടുപിടിച്ച് തരില്ലേ ഡോക്ടർ? പോലീസിൽ അറിയിച്ചാൽ അവർ ഇതൊരു പതിവ് കേസ് അന്വേഷണത്തിൻ്റെ പരിധിയിൽ കളയും. അവൻ്റെ ട്രീറ്റ്മെൻറ്റ് മുടങ്ങും. പോലീസ് തന്നെയാണ് റെയിൽവേ ട്രാക്കിനരികിലെ പൊന്തക്കാടിൽ നിന്ന് അവനെ ജനറൽ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അവിടെ നിന്നാണ് ഒരു ചാരിറ്റബിൾ സംഘടന അവനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. ഇപ്പോൾ പോലീസും ചാരിറ്റബിൾ സംഘടനയുമൊക്കെ ആ വിഷയം വിട്ടിരിക്കുന്നു. ഞാൻ നാളെ തന്നെ അവിടെ എത്താം ഡോക്ടർ. അങ്ങനെ തിടുക്കം കൂട്ടണമെന്നില്ല. യു ടേക്ക് യുവർ ഓൺ ടൈം. ഡോക്ടർ സിൻഡ്രല്ലയിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ആ ചെറുപ്പക്കാരനുമായുള്ള ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. അവൻ ആരാണ്? അവൻ എന്താണ് സംഭവിച്ചതെന്നറിയണം. അവൻ്റെ പാസ്റ്റിലേക്ക് ഒരു ക്ലൂ കിട്ടിയാലും മതി. സ്റ്റേറ്റ്സിൽ വെച്ച് ഡോക്ടർ ചില പ്രത്യേക ക്ലാസ്സുകളിലും ട്രെയിനിങ്ങുകളിലും പങ്കെടുത്തിരുന്നത് എനിക്കറിയാം. ആ കുട്ടി മലയാളിയാണെന്ന് പോലും എനിക്കറിയില്ല. നിങ്ങൾ പഠിച്ചതെല്ലാം പ്രയോഗിക്കാം. അവൻ ആരാണെന്ന് അറിഞ്ഞ ശേഷം വേണം പോലീസിനെ ആശ്രയിക്കണമെന്ന് തീരുമാനിക്കാൻ. ട്രെയിനിൽ നിന്ന് താഴെ വീണതിൻ്റെ ഷോക്കും പരിക്കുകളുമല്ലേയുള്ളൂ അവന്? അല്ല ഡോക്ടർ, ആദ്യമൊക്കെ അവൻ ശരിക്കും വയലൻ്റ് ആയിരുന്നു. ഇപ്പോഴാണ് അല്പം ശാന്തനായത്. നേരിൽ കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയൂ ഡോക്ടർ. ഞാൻ നാളെ തന്നെ വരാം. സിൻഡ്രല്ല സ്വന്തം കാറിൽ ചെന്നു കയറും വരെ തിമോത്തി അനുയാത്ര ചെയ്തു. അവളുടെ വണ്ടി അകന്നപ്പോൾ അയാൾ കൈവീശി. അപ്പുവായിരുന്നു ആ ചിന്ത നിറയെ. അവനെ കാണാതായ ശേഷം ഡോക്ടർ ഉമാ മഹേശ്വരി പലതവണ പത്രറിയിപ്പുകൾ നൽകിയെങ്കിലും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ലെന്നാണ് മനസ്സിലായത്. അപ്പുവിനെ പോലെ മിടുക്കനായ ഒരു കുട്ടി ആ പത്ര അറിയിപ്പുകൾ കണ്ടില്ലെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഇന്ത്യ വിട്ട് അവൻ എവിടേക്കെങ്കിലും പോയെന്ന് കരുതാനും പറ്റില്ല. മാതാപിതാക്കളോട് പിണങ്ങി ഓടിയവനല്ല അപ്പു. ഒരു പോലീസ് കേസിനെ ഭയന്ന് രക്ഷപ്പെട്ടവനാണ്. ആ കേസിൽ നിന്ന് അവൻ വിമുക്തമായി എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഉമയുടെ അവസാനത്തെ പത്രറിയിപ്പ്. അത് അവൻ കാണാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റിൽ പെട്ടിരിക്കുമോ എന്ന് ന്യായമായും സംശയിച്ചതാണ്. ഡോക്ടർ തിമോത്തിയുടെ നേഴ്സിംഗ് ഹോമിൽ കഴിയുന്നത് അപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പു ആയിരിക്കുമോ? അവൻ തിരിച്ചെത്താൻ മോഹമുണ്ടായിരുന്നിട്ടും അത് അപ്പവുമായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കാനും സിൻഡ്രല്ലയ്ക്ക് മനസ്സ് വന്നില്ല. കാരണം തിമോത്തിയുടെ നേഴ്സിംഗ് ഹോമിൽ കഴിയുന്ന പേഷ്യൻറ്റിൻ്റെ അവസ്ഥയെക്കുറിച്ച് അവൾക്ക് ഉത്കണ്ഠയുണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് ക്രൂശിത രൂപത്തിന് മുന്നിൽ നിന്ന് സിൻഡ്രല്ല കുരിശു വരച്ച് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് തിമോത്തിയുടെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടാൻ നേരം ആദ്യമായി അവൾ ഡോക്ടർ ഉമ മഹേശ്വരിയെ വിളിച്ചു. ഡോക്ടർ ഉമ, ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സിൻഡ്രല്ലയാണ്. എന്നെ ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? കോൾ എടുത്ത് കൂളായി ഹലോ പറഞ്ഞ ഉമ പൊടുന്നനെ നിശബ്ദയായി. സിൻഡ്രല്ലയും വല്ലാതെയായി. ഉമയ്ക്ക് തന്നോട് ഇപ്പോഴും പിണക്കം കാണുമോ? ഉള്ളിൽ എത്ര വിരോധവും തെറ്റിദ്ധാരണയും ഉണ്ടെങ്കിലും പുറമെ ഭംഗിയായി പെരുമാറുന്ന തരമാണ് കക്ഷി. ആ ധൈര്യത്തിലാണ് അങ്ങോട്ട് വിളിച്ചതും. അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം ഉമയുടെ ജീവിതത്തിൽ അനവധി ദുരനുഭവങ്ങൾ ഉണ്ടായതായി കേട്ടറിഞ്ഞിട്ടും ഒരിക്കലും വിളിച്ച് സഹതാപം ഭാവിക്കാനോ ഒരു ബന്ധം സൃഷ്ടിക്കാനോ ശ്രമിച്ചിട്ടില്ല. ഉമ,
അവൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഞാൻ വിളിച്ചത് ദേഷ്യമായോ? എങ്കിൽ ഞാൻ കട്ട് ചെയ്തേക്കാം. ഇല്ല സിൻഡ്രല്ലയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമായി. താൻ തിരിച്ചെത്തിയെന്നറിഞ്ഞപ്പോൾ നമ്പർ തേടി പിടിച്ച് ഒന്ന് വിളിക്കണമെന്നും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്കതിനുള്ള ധൈര്യം ഉണ്ടായില്ല. സത്യത്തിൽ കുറ്റബോധമായിരുന്നു അധികം. കുറ്റബോധമോ? അതെന്തിന്? എന്നെ പ്രതിയായിരുന്നില്ലേ എൻ്റെ മകൻ തന്നെ ദ്രോഹിച്ചത്? ദ്രോഹിച്ചോ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? സത്യമാണ് സിൻഡ്രല്ല. എൻ്റെ അപ്പുവല്ലേ ബാലുവിൻ്റെ ആ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയത്. അതിനായി അവൻ അമ്മുവിനെയും ഉപയോഗിച്ചു. എൻ്റെ മക്കൾ ചെയ്ത തെറ്റ് എൻ്റെ തെറ്റല്ലേ? മനസ്സാ വാചാ ഞാൻ നിരപരാധിയാണെങ്കിലും എനിക്ക് വേണ്ടിയാണ് എൻ്റെ കുട്ടികൾ അത് ചെയ്തത്. സിൻഡ്രല്ല ഒഴിവായി പോയാൽ അച്ഛനും അമ്മയും ഒരുമിക്കുമെന്ന് അവരാശിച്ചു. ഇപ്പോൾ അവരുടെ ആശ സഫലമായില്ലേ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലോ. എന്തെല്ലാം ദുരനുഭവങ്ങളുണ്ടായാലും സ്നേഹത്തിന് ജയമുണ്ടാവണമെന്ന് ആശിക്കുന്നവളാണ് ഞാൻ. പക്ഷേ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടില്ലേ സിൻഡ്രല്ല? ബാലു ആണെങ്കിൽ ശബ്ദിക്കാനാവാതെ കിടക്കയിൽ താങ്ങി പിടിച്ച് കിടക്കയിലിരുത്താനായത് അല്പ ദിവസങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ പുരോഗതിയുണ്ട്, അതെനിക്ക് വ്യക്തമായി. ബാലുവിനെ അദ്ദേഹത്തിൻ്റെ സഹോദരിമാരെ ഏൽപ്പിക്കാനാണ് എൻ്റെ അമ്മ പറഞ്ഞത്. അത് അനുസരിക്കാഞ്ഞതിൻ്റെ പേരിൽ അച്ഛനും അമ്മയും പിന്നീട് ഇവിടേക്ക് വന്നിട്ടേയില്ല. ബാലു കൈപ്പിടിച്ച് എഴുന്നേറ്റ് നടക്കുകയും ഒന്നോ രണ്ടോ വാക്കുകൾ സംസാരിക്കുകയും ചെയ്താൽ മതി എനിക്ക്. ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങും. അതൊക്കെ നടക്കുമോ? സമാധാനമായി ഇരുന്നോളൂ. പക്ഷേ എൻ്റെ മക്കൾ, അവർ തിരിച്ചു വരുമെന്നേ എൻ്റെ മനസ്സങ്ങനെ പറയുന്നു. സിൻഡ്രല്ലയെ എനിക്ക് കാണണമെന്നുണ്ട്. ബാലുവിനെ തനിച്ചാക്കി എങ്ങോട്ടും പോകാനാവില്ലെന്നറിയാമല്ലോ. വിഷമിക്കേണ്ട, ഞാൻ എങ്ങോട്ട് വരാം. ബാലുവിനെ കാണണമെന്നുണ്ട് എനിക്ക്. എന്തു പറയുമെന്ന ശങ്കയിലായിരുന്നു ഞാൻ. ഞാനും ഒരു മനുഷ്യസ്ത്രീയാണ് സിൻഡ്രല്ല. മുന്നേ ഞാൻ കുറേ അഹങ്കരിച്ചിരുന്നു. അഹങ്കരിക്കാനോ അഭിമാനിക്കാനോ പോലുമോ പോന്ന ഒന്നും മനുഷ്യനില്ലെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഈശ്വരൻ്റെയോ പ്രകൃതിയുടെയോ വരദാനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നതെല്ലാം. ഞാനിപ്പോൾ ഉമയെ വിളിച്ചതിനൊരു കാരണമുണ്ട്. പറയൂ. ഞാനിപ്പോൾ ഒരിടം വരെ പോവുകയാണ്. അവിടെ നിന്ന് തിരിച്ചു വന്ന ശേഷം ഞാൻ ഉമയെ വിളിക്കാം. പ്രാർത്ഥിച്ചോളൂ. ചിലപ്പോൾ ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ടാവും എനിക്ക്. അങ്ങനെയൊന്നും ആശിപ്പിക്കേണ്ട സിൻഡ്രല്ല. ചുണ്ടോളം എത്തിയ സന്തോഷ വാർത്തകൾ പുറത്തേക്ക് വരും മുമ്പേ തൂവിപ്പോയ എത്ര അനുഭവങ്ങൾ. ഒരിക്കൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വളർത്തുമകനായ താരേട്ടൻ പിറ്റേ ദിവസം എൻ്റെ അമ്മുവിനെ കിട്ടുമെന്ന് എന്നെ ആശിപ്പിച്ചു. 24 മണിക്കൂർ തികയും മുമ്പേ വീണ്ടും എൻ്റെ കുട്ടി അപ്രത്യക്ഷയായി. ആളുകൾ വെറുതെ നല്ല വാർത്തകൾ പറയാമെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കുന്നതാണോ എന്ന എൻ്റെ സംശയം. സിൻഡ്രല്ലയുടെ ഉള്ളൊന്ന് പതറി. അപ്പുവിനെ പോലെ ഒരാൾ തനിക്കറിയാവുന്ന ഒരു സ്ഥലത്തുണ്ടെന്ന് പറയാനാണ് ഉമയെ വിളിച്ചത്. പറ്റുമെങ്കിൽ അവളെയും കൂട്ടിക്കൊണ്ട് തിമോത്തിയുടെ നേഴ്സിംഗ് ഹോമിൽ പോകാനും ഉദ്ദേശമുണ്ടായിരുന്നു. അതോ പറയാതിരുന്നത് നന്നായി. ഡോക്ടർ തിമോത്തിയുടെ നേഴ്സിംഗ് ഹോമിലുള്ളത് അപ്പുവുമായി യാതൊരു സാമ്യമില്ലാത്ത മറ്റൊരു പയ്യനായാൽ ഉമ വീണ്ടും നിരാശയുടെ പടുകുഴിയിൽ വീഴും. ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല ഉമ. പോയി വന്ന ശേഷം വിളിക്കാം. താങ്ക് യു. ഞാനാണ് നന്ദി പറയേണ്ടത് എന്നോട് ഇത്രയും സ്നേഹപൂർവ്വം സംസാരിച്ചതിന്. ഏതായാലും ഒട്ടും വൈകാതെ ഞാൻ ഉമയെ കാണാൻ വരും. അവൾ സംഭാഷണം അവസാനിപ്പിച്ചു. വീട് പൂട്ടി കാറിൽ കയറി. കാർ സ്റ്റാർട്ട് ചെയ്യും മുമ്പേ സിൻഡ്രല്ല ഡോക്ടർ തിമോത്തിയുടെ നമ്പർ പ്രസ് ചെയ്ത് മൊബൈൽ കാതോട് ചേർത്തു. നമ്പർ ബിസി എന്നായിരുന്നു മറുപടി. അവൾക്ക് നിരാശയൊന്നും തോന്നിയില്ല. എപ്പോൾ വേണമെങ്കിലും ചെന്നുകൊള്ളാൻ അനുവാദം തന്നിരുന്നതാണ് അദ്ദേഹം. അവൾ കാർ സ്റ്റാർട്ട് ചെയ്തു. നഴ്സിംഗ് ഹോമിലെത്തി ഡോക്ടറെ തിരക്കിയപ്പോഴാണ് ആൾ പുറത്തു പോയിരിക്കുകയാണെന്ന് മനസ്സിലായത്. ഹോസ്പിറ്റൽ മാനേജറെ കണ്ട് സിൻഡ്രല്ല സ്വയം പരിചയപ്പെടുത്തി. ഡോക്ടർ തിമോത്തി ആവശ്യപ്പെട്ടിട്ടാണ് വന്നതെന്ന് അറിയിച്ചു. അതോടെ മാനേജർ ഡോക്ടറുടെ നമ്പറിൽ പരിശ്രമിച്ചു. അദ്ദേഹം ഡ്രൈവിങ്ങിലായിരിക്കും മാം, മാനേജർ അറിയിച്ചു. ഡ്രൈവ് ചെയ്യുമ്പോൾ അദ്ദേഹം ഫോൺ എടുക്കാറില്ല. അല്പം കഴിയുമ്പോൾ തിരിച്ചു വിളിക്കും. അതുവരെ മാം ലോബിയിലിരിക്കൂ. അദ്ദേഹം തിരിച്ചു വിളിച്ചാലുടൻ ഞാൻ വിവരം അറിയിക്കാം. ഡോക്ടറുടെ മറുപടിയും തരാം. അതിനകം എനിക്ക് ആ പേഷ്യൻ്റ് ഒന്ന് കാണാമല്ലോ. ഏത് പേഷ്യൻറ്റിനെ? ഡോക്ടർ തിമോത്തിയിൽ നിന്ന് അറിഞ്ഞ വിവരങ്ങളൊക്കെ സിൻഡ്രല്ല മാനേജർ അറിയിച്ചു. അപ്പോൾ വളരെ ശാന്തനായി ഒട്ടും വേവലാതി കൂടാതെ മാനേജർ അറിയിച്ചു. രാവിലെ നോക്കുമ്പോൾ ആ പയ്യനെ റൂമിൽ കാണാനില്ല. അവനെ തിരക്കി ഇറങ്ങിയതാ ഡോക്ടർ തിമോത്തി. ഡോക്ടർ ഉമാ മഹേശ്വരി പറഞ്ഞ വാചകമാണ് അവളുടെ ഓർമ്മയിൽ വന്നത്. ചുണ്ടോളം എത്തിയ സന്തോഷ വാർത്ത പുറത്തേക്ക് വരും മുമ്പേ തൂവിപ്പോയ അനുഭവം തന്നെ. ഡോക്ടർ തിമോത്തിയുടെ നമ്പറിൽ സിൻഡ്രല്ലയും ഒന്ന് പരിശ്രമിച്ചു. റിങ് ചെയ്യുന്നതല്ലാതെ കോൾ എടുക്കുന്നേയില്ല. ഞാനിവിടെ വെയിറ്റ് ചെയ്യണോ അതോ മടങ്ങിപ്പോകണോ? അവൾ മാനേജറോട് തിരക്കി. അതിപ്പോൾ ഡോക്ടർ തിമോത്തിക്കല്ലേ അറിയൂ മാം. ഞാനെന്താ പറയുക? ഞാൻ മടങ്ങാൻ തീരുമാനിച്ചു, സിൻഡ്രല്ല പറഞ്ഞു. അനിശ്ചിതമായി ഞാനിവിടെ കാത്തിരുന്നിട്ട് എന്താ കാര്യം? ക്ലിനിക്കിലാണെങ്കിൽ പേഷ്യൻസ് കാത്തിരിക്കുന്നുണ്ടാവും. അവൾ മടങ്ങി. ക്ലിനിക്കിൽ 6 or 7 പേഷ്യൻസ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവരെ പറഞ്ഞയച്ച ശേഷമേ സിൻഡ്രല്ലയുടെ ശ്വാസം നേരെ വീണുള്ളൂ. ഡോക്ടർ തിമോത്തിയുടെ നഴ്സിംഗ് ഹോമിൽ കഴിഞ്ഞിരുന്ന ആ പയ്യനെ നേരിൽ കാണാൻ സാധിക്കാഞ്ഞതിനാൽ അത് അപ്പുവാണോന്ന് ഉറപ്പിക്കുക ഇനിയും പ്രയാസം. അപ്പോഴേക്കും ഡോക്ടർ ഉമ അവളെ വിളിച്ചു. സിൻഡ്രല്ല എവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അവിടെ നിന്ന് തിരിച്ചെത്തിയോ? എനിക്കൊരു പക്ഷേ ഒരു ഗുഡ് ന്യൂസ് തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിനായി ഈ സമയം മുഴുവൻ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. 2 മക്കളെ കാണാതായ ഒരു അമ്മയാണ് ഞാൻ. ആരെങ്കിലും ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ തിരിച്ചു വരുമോ എന്ന് തന്നെയാണ് ഞാൻ ആശ്രയിക്കുക.
സോറി ഉമ്മ, സിൻഡ്രല്ല പറഞ്ഞു. ഉമ്മ പറഞ്ഞതുപോലെ ചുണ്ടോളം എത്തിയ സന്തോഷ വാർത്ത പുറത്തേക്ക് വരും മുമ്പേ തൂവിപ്പോയി. സാരമില്ല സിൻഡ്രല്ല, കുറേ നാളുകളായി എൻ്റെ അനുഭവം അതാണ്. ഭാര്യയിൽ ചെറിയ ആശ്വാസം കാണപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് വിഷം കൊടുത്തിട്ട് ഞാൻ ജീവിതം അവസാനിപ്പിച്ചേനെ. അരുതുമ്മ, ഒരിക്കൽ ഞാനും ഇങ്ങനെയൊക്കെ ചിന്തിച്ചതാ. നമ്മൾ നമ്മുടെ സുഖത്തെക്കുറിച്ച് മാത്രം ഓർക്കുമ്പോഴാണ് ഈ നിരാശയും വേവലാതിയും ഒക്കെ. നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ഓർക്കണം, നമ്മെക്കാൾ വേദനിക്കുന്നവരെക്കുറിച്ച്, നമ്മെക്കാൾ ദുരിതപ്പെടുന്നവരെക്കുറിച്ച്. അപ്പോഴേ നമ്മൾ ദൈവത്തിൻ്റെ കൈക്കുടുന്നയിലാണെന്ന് മനസ്സിലാവും. ഓക്കെ സിൻഡ്രല്ല, ഞാൻ തന്നെ ശല്യപ്പെടുത്തുന്നില്ല. ഒരു ദിവസം ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട്. അധികം വൈകാതെ ഒരു ദിവസം അതിനായി തിരഞ്ഞെടുക്കുമെന്ന് കരുതുന്നു. ഷുവർ ഉമ്മ. ഉമ്മ കോൾ മുറിച്ചതും സിൻഡ്രല്ലയുടെ ഫോണിലേക്ക് ഡോക്ടർ തിമോത്തിയുടെ കോളെത്തി. ഡോക്ടർ, സിൻഡ്രല്ല ഇവിടെ വന്നിരുന്നുവല്ലേ? ഉവ്വ ഡോക്ടർ. ആ പയ്യനെ കണ്ടുപിടിക്കാനായോ? ഇല്ല സിൻഡ്രല്ല, ഞാൻ ഈ നഗരം മൊത്തം അരിച്ചു പെറുക്കി. പിന്നെ ഒളിച്ചിരിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അതിന് സൗകര്യപ്രദമായൊരു സ്ഥലമാണല്ലോ കൊച്ചി. ഒടുവിൽ അല്പം മുമ്പ് ഞാൻ എല്ലാം പോലീസിന് കൈമാറി. അവൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ടോ ഡോക്ടർ അങ്ങയുടെ കയ്യിൽ? ഇല്ല ഡോക്ടർ സിൻഡ്രല്ല, അക്കാര്യത്തിൽ ഞാനൊരു മണ്ടനായിപ്പോയി. സംസാരിക്കാനോ ശരിക്കും നടക്കാനോ കഴിയാത്ത അവൻ ഇത്ര വേഗം ഈ ഹോസ്പിറ്റൽ വിട്ടു പോകുമെന്ന് ആരോർത്തു? വല്ലാത്ത അബദ്ധമായി പോയി ഞാൻ ചെയ്തത്. പോലീസിനെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് സഹായകമായേനെ. അവൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് കിട്ടുമോയെന്ന് അവരും തിരക്കി. ഞാൻ ശരിക്കും നിസ്സഹായനായിപ്പോയി. ആകെ ഒരു ഐഡൻറ്റിറ്റിയെ എനിക്ക് നൽകാനായുള്ളൂ. ഞങ്ങളുടെ പേഷ്യൻ്റ് യൂണിഫോമിലാണ് അവൻ കടന്നു കളഞ്ഞത്. എപ്പോൾ പോയിട്ടുണ്ടാവുമെന്ന് ഡോക്ടർക്ക് ഊഹിക്കാനാവുമോ? ഇല്ല, അവനൊരു സ്പെഷ്യൽ റൂം ഞാൻ കൊടുത്തിരുന്നു. അതുകൊണ്ട് വെളുപ്പിനെ തന്നെ അവൻ സ്ഥലം വിട്ടിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. അങ്ങനെയെങ്കിൽ അവൻ ഈ നഗരം വിട്ടിട്ടുണ്ടാവും ഡോക്ടർ. മാത്രമല്ല എനിക്ക് തോന്നുന്നത് സംസാരിക്കാൻ കഴിയാത്ത പോലെ അവൻ ഡോക്ടറെ മുന്നിൽ അഭിനയിച്ചതാവുമെന്നാണ്. അവൻ ആരെയോ ഭയക്കുന്നുണ്ടാവാം. അതുകൊണ്ട് ചികിത്സ പൂർത്തിയാകും മുമ്പേ രക്ഷപ്പെട്ടത്. മറ്റൊരു സംശയം കൂടി എനിക്കുണ്ട് ഡോക്ടർ, തിമോത്തി പറഞ്ഞു. ഇന്നലെ മറ്റൊരു പേഷ്യൻറ്റിനെ കാണാൻ പോലീസ് ഇവിടെ വന്നിരുന്നു. അവർ യാദൃശ്ചികമായി ഇവൻ്റെ റൂമിലും ചെന്നിരുന്നു. ഒരുപക്ഷെ ഇവനൊരു ക്രിമിനലാവാം. അതുകൊണ്ടാവാം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഡോക്ടർ, എൻ്റെ കൈവശം ചില ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. ഈ പയ്യനെക്കുറിച്ച് എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഞാൻ ആ ഫോട്ടോഗ്രാഫ്സുമായി ഡോക്ടറുടെ അടുത്തേക്ക് വന്നാലോ? വേണ്ട സിൻഡ്രല്ല, ഞാൻ അങ്ങോട്ട് വരാം, തിമോത്തി അറിയിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞില്ല. ഡോക്ടർ തിമോത്തിയുടെ കാർ സിൻഡ്രല്ലയുടെ ക്ലിനിക്കിന് മുന്നിലെത്തി. ഡോക്ടർ തിമോത്തിക്ക് വേണ്ടി 5-ന് ശേഷം അപ്പോയിൻമെൻറ്റ് നൽകിയിരുന്ന 2 പേഷ്യൻസിനെ അവരുടെ വീടുകളിലേക്ക് വിളിച്ച് അപ്പോയിൻമെൻറ്റുകൾ പിറ്റേന്നത്തേക്ക് മാറ്റിവെപ്പിച്ച് ഫ്രീ ആയി കാത്തിരിക്കുകയായിരുന്നു സിൻഡ്രല്ല. കൺസൾട്ടേഷൻ റൂമിലേക്ക് കയറി വന്ന ഡോക്ടറുടെ മുന്നിലേക്ക് അവൾ തൻ്റെ പോക്കറ്റ് വീഡിയോ ആൽബം തുറന്നു വെച്ചു. അത് കണ്ടുകൊണ്ടാണ് ഡോക്ടർ തിമോത്തി സിൻഡ്രല്ലയ്ക്ക് അഭിമുഖമായി ഇരുന്നത്. ആ മുഖം വിങ്ങി, ചുണ്ടുകൾ വിറച്ചു. യെസ്, ദി സെയിം ബോയ്. ഇവനാരാ സിൻഡ്രല്ല? എനിക്കിപ്പോൾ തന്നെ അറിയണം. ഹൂ ഈസ് ഹി സിൻഡ്രല്ല? നാവ് വരേണ്ടതുപോലെ സിൻഡ്രല്ല ഒരു നിമിഷം നിശബ്ദതയും നിശ്ചലയുമായി. പ്ലീസ് സിൻഡ്രല്ല, തിമോത്തി ശബ്ദമുയർത്തി. ഇവൻ ആരെന്ന് എനിക്കറിയണം. ഇവൻ ആരെന്നറിഞ്ഞാൽ ഡോക്ടർക്ക് സമാധാനമാകുമോ? പക്ഷേ ഇവനെ കണ്ടുപിടിക്കാതെ എനിക്കിനി സമാധാനമാവില്ല. കാരണം എനിക്ക് അത്ര പ്രിയപ്പെട്ടൊരു കുട്ടിയാവൻ. എൻ്റെ മകനാണെന്ന് വേണമെങ്കിൽ പറയാം. അത്ഭുതത്തിൽ തിമോത്തിയുടെ കണ്ണുകൾ വിടർന്നു. സിൻഡ്രല്ലയ്ക്ക് അത്ര അടുപ്പമുള്ള കുട്ടിയാണോ ഇവൻ? തനിക്ക് കുട്ടികളും ക്ലോസ് റിലേറ്റീവ്സും ഇല്ലെന്നറിയാം. ആ സ്ഥിതിക്ക് ഇവൻ്റെ പേരൻസും പ്രസിദ്ധരായ ഡോക്ടേഴ്സാണ്. 2 പേരും സ്പെഷ്യലിസ്റ്റുകൾ. എന്തു ചെയ്യാം? ആ കുടുംബം തകർന്നു പോയി. അവരാരാണെന്ന് പറഞ്ഞൂടെ സിൻഡ്രല്ലയ്ക്ക്? അവനെ കാണാതായതിൽ ആകെ തകർന്ന് കഴിയുകയാണ് അവൻ്റെ അമ്മ. അച്ഛൻ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് കുറേ കാലമായി അബോധാവസ്ഥയിൽ കിടക്കുകയിലാണ്. അവരുടെ മകൻ എവിടെയുണ്ടെന്ന് പറയാൻ വേണ്ടിയാണെങ്കിൽ ആ പേരൻസിൻ്റെ പേരും അഡ്രസ്സും ഞാൻ തരാം. പക്ഷേ അതിനല്ലല്ലോ. വെറുമൊരു ആകാംക്ഷയിലല്ലേ ഡോക്ടർ അവരെക്കുറിച്ച് തിരക്കണത്? അവരാരാണെന്ന് അറിഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം? അവരുടെ മകൻ ഒളിവിലാണെന്ന് മാത്രമല്ലേ നമുക്ക് പറയാൻ കഴിയൂ. അവനെ കണ്ടുപിടിച്ച ശേഷമാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആ വീട്ടിൽ പോകാം. ഇതിപ്പോൾ നമ്മൾ അവരെ ചെന്ന് കണ്ടാലും സങ്കടവും ഉത്കണ്ഠയും മാത്രമല്ലേ ആ സാധുക്കൾക്ക് നൽകാൻ കഴിയൂ. സിൻഡ്രല്ലയെ ഞാൻ വിശ്വസിക്കാം, അനുസരിക്കാം. പക്ഷേ ആ പയ്യനെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ പോലീസ് സഹായം കൂടാതെ പറ്റില്ലല്ലോ. പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ സിൻഡ്രല്ലയ്ക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? അതോടെ സിൻഡ്രല്ല പരാജിതയായി. അവൾ എല്ലാ സത്യവും തിമോത്തിയെ അറിയിച്ചു. അപ്പു എന്ന അവൻ്റെ വിളിപ്പേരും സോമബാലൻ എന്ന സ്കൂൾ റെക്കോർഡ്സിലെ പേരും അടക്കം. കേസ് വീണ്ടും പോലീസിൽ എത്തിയയുടൻ ടൗൺ SI രാജു മോഹൻ ഡോക്ടർ ഉമാ മഹേശ്വരിയെ വീട്ടിലെത്തി. വിവരം അറിഞ്ഞതും നിയന്ത്രണം വിട്ട് ഉമ കരച്ചിലായി. മോനെ കാണാതായ ഉടൻ ഞാൻ പോലീസിൽ അറിയിച്ചിരുന്നതാണ്. 4-5 തവണ പത്ര അറിയിപ്പും നൽകി. അവൻ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് ഇവിടെ അടുത്തുള്ള തിമോത്തിയുടെ ഹോസ്പിറ്റലിലെത്തിയ വിവരം നിങ്ങൾക്ക് ഇതുവരെയും അറിയാൻ കഴിഞ്ഞില്ലല്ലോ. എൻ്റെ മകൻ 100% നിരപരാധിയാണ്. ഒരു തെറ്റ് ചെയ്യാത്ത എൻ്റെ കുട്ടിയെ ചോദ്യം ചെയ്യാനും കസ്റ്റഡിയിലെടുക്കാനും പോലീസ് എത്തുമെന്ന് അറിഞ്ഞാണ് അവൻ വീട് വിട്ട് പോയി കളഞ്ഞത്. എത്രയും വേഗം നിങ്ങൾ എൻ്റെ കുട്ടിയെ തിരിച്ചു തരണം. ഇല്ലെങ്കിൽ എൻ്റെ ആത്മഹത്യക്ക് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ഞങ്ങൾ അന്വേഷിക്കാൻ ഡോക്ടർ എന്ന് ഒരു വാചകം മാത്രം പറഞ്ഞ് പോലീസ് സംഘം മടങ്ങി.
അന്ന് വൈകുന്നേരം സിൻഡ്രല്ല ഉമയെ കാണാൻ ചെന്നു. ഒരു സാധാരണ അമ്മയെപ്പോലെ ഉമ വാവിട്ട് കരഞ്ഞു. എൻ്റെ കുട്ടികൾ രണ്ടുപേരും പോയി. ബാലുവാണെങ്കിൽ എന്നെയൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കൂടെയുള്ളത്. ഞാൻ എന്ത് ചെയ്യും സിൻഡ്രല്ല? ആത്മഹത്യ മാത്രമാണ് എൻ്റെ മുന്നിലുള്ളൊരു വഴി. ഇതുപോലുള്ള നിർണായക നിമിഷങ്ങൾ ഒരവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എത്തുമോ? എത്രമാത്രം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞവളാണ്. അതിൻ്റെ പേരിൽ വെറുമൊരു ആശ്വാസവാക്കോ ഉപദേശമോ നൽകി മടങ്ങിപ്പോവാൻ വന്നവളല്ല കേട്ടോ ഞാൻ. ഉമയ്ക്ക് വേണ്ടി ജീവൻ കളയാൻ തയ്യാറായി കൂടെ നിൽക്കും. ഇതൊരു വെറും വാക്കല്ല, സത്യമാണ്. പക്ഷേ ഉമയ്ക്ക് വിശ്വസിക്കാൻ പ്രയാസമാവും. ഉമ അത്ഭുതത്തിൽ സിൻഡ്രല്ലയെ നോക്കി. ഉമയ്ക്കറിയാമല്ലോ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയൊരു വ്യക്തിയാണ് ഞാൻ. ഒറ്റപ്പെടൽ എല്ലാവരെയും ഒരേ അളവിൽ ബാധിക്കാറില്ല. ചിലർ ഒറ്റപ്പെടൽ ഇഷ്ടപ്പെടാറുണ്ട്. കുടുംബങ്ങളിൽ ജനിച്ച ചിലർ പോലും തനിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്നും ഒറ്റപ്പെടലിനെ ഭയന്നിരുന്ന ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഒരാളെ സ്നേഹിച്ച് വിവാഹം കഴിച്ചത്. പക്ഷേ എനിക്ക് ഈശോ നൽകിയ തീരുമാനം ഞാൻ എങ്ങനെ ഒഴിവാക്കും? വന്ധ്യ എന്ന കുറ്റം മൂലം ഞാൻ ആ ദാമ്പത്യത്തിൽ നിന്ന് വെളിവിലായി. പെട്ടെന്ന് ഉമ സിൻഡ്രല്ലയുടെ കൈ പിടിച്ചു. പക്ഷേ എന്തെങ്കിലും ഒരാശ്വാസവാക്ക് അവളുടെ നാവിത്തുമ്പിലെത്തിയില്ല. സിൻഡ്രല്ല വീണ്ടും മന്ദഹസിച്ചു. ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ ഞാൻ മോഹിച്ചു. പക്ഷേ അതിന് കുറേ നിയമങ്ങളെ മറികടക്കണം. സ്വന്തമായി ഒരു വീടില്ല എനിക്ക്. സ്ഥിര വരുമാനമില്ല. ഒരമ്മയുടെ ഹൃദയമുണ്ടെന്നല്ലാതെ ദത്തെടുക്കുന്ന കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു സംവിധാനവും എൻ്റെ കൈവശമില്ല. അങ്ങനെയാണ് ഉമയും ബാലുവും വേർപിരിഞ്ഞപ്പോൾ അമ്മ മോളുടെ അമ്മയാവാൻ കൊതിച്ച് ഞാൻ ആ വാടക വീട്ടിൽ എത്തിയത്. വന്ധ്യയായ എനിക്ക് കുട്ടികളും ജീവനായിരുന്നു. അവർക്ക് വേണ്ടി മരിക്കാൻ പോകുന്നൊരു ഹൃദയമുണ്ടായിരുന്നു എനിക്ക്. ഇനിയൊന്നും പറയേണ്ട സിൻഡ്രല്ല, ബാക്കിയെല്ലാം എനിക്ക് അറിയാവുന്നതാണല്ലോ. ഉമയ്ക്ക് അറിയാനും മനസ്സിലാക്കാനും കഴിയാത്ത ഒരു കാര്യം കൂടിയുണ്ട് ഉമ. എനിക്ക് ബാലുവിനോടുണ്ടായിരുന്ന ബന്ധം സാഹോദര്യമാണെന്ന് പറഞ്ഞ് ആദർശവൽക്കരിക്കാനോ വിശദീകരിക്കാനോ ഒന്നും ഞാൻ തയ്യാറല്ല. ബാലുവിനോട് എനിക്ക് ആരാധനയായിരുന്നു. അത് അയാളുടെ സൗന്ദര്യമോ പ്രൊഫഷണൽ ക്വാളിറ്റീസോ കൊണ്ടല്ല. എൻ്റെ അറിവിൽ വിവാഹമോചിതയായ വിധവയായ സ്ത്രീയോടുള്ള സാധാരണ പുരുഷന്മാരുടെ പെരുമാറ്റ ശൈലിയായിരുന്നില്ല ബാലുവിൻ്റേത്. ബാലുവിനെ അയാളുടെ ഹോസ്പിറ്റൽ ജോലി ചെയ്തിരുന്ന ഒരു നേഴ്സുമായി ബന്ധപ്പെടുത്തി താൻ സംശയിച്ചിരുന്നത് എനിക്കറിയാം. പക്ഷേ ആ കുട്ടി എന്നോട് പറഞ്ഞിരുന്നത് ഡോക്ടർ ബാലു അവൾക്ക് സ്വന്തം ഏട്ടനായിരുന്നെന്നാണ്. ഉമയുടെ കണ്ണുകൾ തുളുമ്പി. പെട്ടെന്ന് മുഖം കുനിഞ്ഞപ്പോൾ കുറച്ച് തുള്ളികൾ ആ മടിയിലേക്ക് തൂവി. ബാലുവിൻ്റെ വീട്ടിൽ താമസിച്ചിരുന്ന ദിനങ്ങളിൽ അയാൾ എനിക്ക് എന്നും മാന്യനായ ഒരു സുഹൃത്തായിരുന്നു. എന്നെ അയാൾ ഒരു പെണ്ണായി കണ്ടിട്ടേയില്ല. ഒരു സ്ത്രീ സുഹൃത്തിന് ഒരു പുരുഷൻ നൽകേണ്ട ബഹുമാനം ഇറങ്ങിപ്പോരും വരെ ബാലു എനിക്ക് തന്നിരുന്നു. മടിയിൽ കൈകൾ പിണച്ചു വെച്ച് ഉമ നിശബ്ദം കേട്ടിരുന്നു. അന്നത്തെ ഉമയോട് എനിക്ക് അല്പം കാരുഷ്യം ഉണ്ടായിരുന്നെന്ന് ഒളിക്കുന്നില്ല, സിൻഡ്രല്ല തുടർന്നു. എന്നാൽ മാതാപിതാക്കളെ എതിർത്തുകൊണ്ട് ബാലുവിൻ്റെ ഒപ്പം കഴിയുന്ന ഇന്നത്തെ ഉമയെ ഞാൻ അന്നത്തെ ബാലുവിനേക്കാൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ബാലു സുഖപ്പെടുമോ? അപ്പുവും അമ്മുവും വൈകാതെ നിങ്ങളുടെ അരികിലെത്തും. അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ഒരു കാര്യവും ബാലൻസ്ഡ് അല്ലെന്ന് പറയേണ്ടി വരും. അവൾ എഴുന്നേറ്റു. സിൻഡ്രല്ല പോവുകയാണോ? ഉമ മുഖം ഉയർത്തി. എന്തോ ഉമ, ഞാനിവിടെ കുറച്ച് സമയം കൂടി നിൽക്കണോ? സിൻഡ്രല്ല പുഞ്ചിരിച്ചു. കുറച്ച് സമയം നിന്നിട്ടെന്താ? പിന്നെ ആജീവനാന്തം നിൽക്കാൻ പറ്റുമോ? അവൾ ചിരിച്ചു. സിൻഡ്രല്ല ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? പഴയ പോലെ ഒരു ഹോസ്റ്റലിൽ. എങ്കിൽ സിൻഡ്രല്ലയ്ക്ക് ഇവിടെ വന്ന് താമസിച്ചൂടെ? വാടക വേണ്ട. എനിക്കൊരു കൂടപ്പുറപ്പില്ല. തനിക്കാണെങ്കിൽ ഈ ലോകത്ത് സ്വന്തമായി ആരും തന്നെ ഇല്ലല്ലോ. തലശ്ശേരിയിൽ നിന്ന് അച്ഛനും അമ്മയും വന്ന് വീണ്ടും എന്നെ ഇറക്കി വിടുമോ? ഈ വീട് അച്ഛൻ എൻ്റെ പേരിൽ തന്നതാ. അവരാണെങ്കിൽ വാർദ്ധക്യത്തിലുമായി. നന്മയുടെ പാഠങ്ങൾ പഠിക്കേണ്ട സമയം വൈകി രണ്ടുപേർക്കും. നമുക്കത് പഠിപ്പിച്ചു കൊടുക്കാം. നമ്മുടെയും അടുത്തപടി വാർദ്ധക്യമാണ്. പക്ഷേ നമ്മുടെ തലമുറ വാർദ്ധക്യത്തിൽ കുറച്ചുകൂടി നല്ലവരായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആകട്ടെ, ഞാൻ വരണമെന്ന് ആഗ്രഹിച്ചു തന്നെയാണോ ഉമ എന്നെ ഈ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്? ഇനി എന്നെ സംശയിക്കേണ്ട സിൻഡ്രല്ല. ഉമയും ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. ആശ്വസിപ്പിക്കാൻ ഒരാളെങ്കിലും അരികിലില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ കളഞ്ഞു പോകും. എങ്കിലും ഉമ ഒന്നുകൂടി അപ്പുവിന് വേണ്ടി ഒരു പത്ര അറിയിപ്പ് കൊടുക്കണം. അവൻ്റെ പേരിൽ പോലീസ് കേസൊന്നുമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട്. ഡോക്ടർ തിമോത്തിയുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒളിവിൽ പോയത് അപ്പു തന്നെയാണെങ്കിൽ അവനത് കാണാനുള്ള സാധ്യതയുണ്ട്. മുമ്പ് ഉമ കൊടുത്ത അറിയിപ്പുകൾ അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായി അവൻ കണ്ടിട്ടുണ്ടാവില്ല. അപ്പുവും അമ്മുവും തിരിച്ചെത്തുമ്പോഴേക്കും ഞാനും വരാം. ബാലുവിനും മക്കളുടെ സാമീപ്യം പുരോഗതി ഉണ്ടാക്കും. വാട്ടർ ബെഡിൽ ഒരേ കിടപ്പിലായിരുന്നു ബാലു. ഈയിടെ താങ്ങിപ്പിടിച്ചാൽ എഴുന്നേറ്റിരിക്കുമെന്ന നിലയിലായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല സിൻഡ്രല്ല. ഒരു വാക്കുപോലും ശബ്ദിച്ചു കേട്ടാൽ മതി എനിക്ക്. ഒക്കെ നടക്കുമോ? നാളെ തന്നെ ആ പത്ര അറിയിപ്പ് കൊടുക്കൂ. പോലീസ് അന്വേഷണം വെറും പ്രഹസനമാവുകയുള്ളൂ. അമ്മുവിൻ്റെ കാര്യത്തിൽ പത്ര അറിയിപ്പ് കൊടുക്കുന്നതിനോട് ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം എതിരാ. പെൺകുട്ടി എന്ന നിലയ്ക്ക് അവളുടെ ഭാവിയെ ബാധിക്കുമെന്ന്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വളർത്തുമകനായ താരേട്ടൻ തമിഴിലും തെലുങ്കിലുമൊക്കെ അറിയപ്പെടുന്ന സിനിമ നടനാണ്. അദ്ദേഹം തമിഴ്നാട്ടിൽ വെച്ച് അവളെ കണ്ടുവെന്ന് പറയുന്നു. തമിഴിലും തെലുങ്കിലുമൊക്കെ താരേട്ടൻ പത്ര അറിയിപ്പുകൾ കൊടുത്തതുമാണ്. പക്ഷേ ഇതുവരെയും ഒരു വിവരവുമില്ല.
അമ്മ പക്ഷേ ഇവിടെ എവിടെയുണ്ടെന്ന് എനിക്കൊരു ശങ്ക. ഓട്ടോറിക്ഷയും ടാക്സിയും ഒക്കെ ഓടിക്കുന്ന ഒരാളുടെ സംസാരം കേട്ടപ്പോഴാണ് എനിക്ക് ശങ്കയുണ്ടായത്. മറൈൻ ഡ്രൈവിൽ വെച്ച് 10ഓ 11ഓ വയസ്സുള്ള ഒരു കുട്ടി എന്നെ കണ്ട് സിൻഡർലാൻഡിൽ നിന്ന് വിളിച്ചുവെന്ന്. അവൾ എൻ്റെ ഒപ്പം എൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞുവെന്ന്. ആ കുട്ടി ഇപ്പോൾ ചോറ്റാനിക്കരയിലുള്ള ഒരു വൃദ്ധയുടെ വീട്ടിൽ പണിക്ക് നിൽക്കുന്നുണ്ടെന്ന്. കുട്ടിയുടെ പേര് പറഞ്ഞത് ശ്രീദേവി എന്നോ മറ്റോ ആണ്. അതെങ്ങനെ എൻ്റെ അമ്മുവാകും സിൻഡർല? ഉമ്മ കരഞ്ഞു. അവൾക്ക് എന്തെങ്കിലും അപകടം പിണഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ എൻ്റെ കുട്ടി ആരുടെയോ തടവിലാണ്. അല്ലാതെ ചോറ്റാനിക്കരയിലുണ്ടെങ്കിൽ അവൾ എന്തുകൊണ്ട് ഇവിടേക്ക് ഓടി വരുന്നില്ല? അമ്മയെ ഇഷ്ടമല്ലെങ്കിൽ അവളുടെ അച്ഛനിവിടെ ഉണ്ടല്ലോ. അച്ഛനെ അവൾക്ക് ജീവനാണ്. അച്ഛനെയും അമ്മയെയും പിരിഞ്ഞ് ഒരിക്കലും അവൾ സ്വതന്ത്രയായി മറ്റൊരിടത്ത് കഴിയില്ല സിൻഡർല. യെസ്, സിൻഡർല തലയാട്ടി. അപ്പുവിൻ്റെ കാര്യത്തിൽ ഡോക്ടർ തിമോത്തി നമുക്കൊരു ഷുവർ തന്നു കഴിഞ്ഞു. അവൻ ഒരാൺകുട്ടിയായതുകൊണ്ട് പത്രറിയിപ്പ് നൽകുന്നതുകൊണ്ട് ഭാവി പോകുമെന്ന് പേടിക്കാനുമില്ല. അതിനിനി വൈകരുത്. അവൾ മെല്ലെ പുറത്തേക്ക് തിരിഞ്ഞു. പെട്ടെന്ന് ഉമ്മ ആ കൈ പിടിച്ചു. സിൻഡർലയ്ക്ക് അപ്പോൾ ബാലുവിനെ കാണണ്ടേ? അതിനുവേണ്ടി കൂടിയല്ലേ സിൻഡർല വന്നത്? ശരിയാ. സിൻഡർല വീണ്ടും തിരിഞ്ഞു. ഉമ്മയുടെ സങ്കടം കണ്ടപ്പോൾ ഞാൻ ബാലുവിൻ്റെ കാര്യം മറന്നു. നേരെ കാറിൽ ചെന്ന് കയറിയാലും ബാലുവിനെ കാണാനായി ഞാൻ തിരിച്ചു വന്നേനെ. എങ്കിൽ വരൂ. ഉമ്മ അകത്തേക്ക് നടന്നു. ഈ ഒരു മുറിയും അടുക്കളയും മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി 2 ബെഡ്റൂമുകൾ അടച്ചിട്ടിരിക്കുക. മുകളിലെ മുറികൾ വാടകയ്ക്ക് കൊടുത്തു. മുമ്പ് ഞാനും ബാലുവും 2 മുറികളിലാണ് ഉണ്ടായിരുന്നത്. ബാല്യം കഴിയാത്ത മക്കൾക്കും പ്രത്യേക മുറികൾ. ഒക്കെ അഹങ്കാരമായിരുന്നെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നു. നമ്മൾ ആർഭാടത്തിനു വേണ്ടി മണിമാളികകൾ പടുത്തുയർത്തുമ്പോൾ ഉറങ്ങാനൊരു കൂരപ്പോരുമില്ലാതെ തെരുവിൽ കഴിയുന്നവർ എത്രയാ? അത്രക്കാരെ ക്രിമിനൽസായി മാറുന്നത്. അവർ ബാലുവിൻ്റെ കിടക്കക്കരിയിലെത്തി. കിടക്കയിലിരുന്നിട്ട് ഉമ്മ ബാലുവിനെ താങ്ങിപ്പിടിച്ചിരുത്തി. എന്നിട്ട് സിൻഡർലയെ ചൂണ്ടിക്കാണിച്ചു. നോക്കൂ ബാലു, ഇതാരാണെന്ന് മനസ്സിലായോ? ബാലുവിൻ്റെ ഫ്രണ്ട് ഡോക്ടർ സിൻഡർലയാ. സിൻഡർല മരിച്ചുപോയെന്ന് പറഞ്ഞ് പത്രക്കാർ ബാലുവിനെ കൊലപാതകയാക്കാൻ പോലും ശ്രമിച്ചില്ലേ? ഇപ്പോൾ കണ്ടോ, സിൻഡർല തിരിച്ചു വന്നിരിക്കുന്നു. ആ സംസാരം ബാലുവിൽ ഒരു പ്രതികരണവും ഉണ്ടാക്കിയില്ല. സിൻഡർല ശ്രദ്ധിച്ചത് അതാണ്. പഴയ ബാലു തന്നെയെന്ന് തിരിച്ചറിയാൻ കഴിയുമെങ്കിലും ആൾ നന്നെ ക്ഷീണിച്ചു പോയിരിക്കുന്നു. പതിവായി ഷേവ് ചെയ്യാത്തതിനാൽ ശ്മശ്രുക്കൾ വളർന്നിരിക്കുന്നു. ഇടയ്ക്കിടെ വെളുത്ത മുടിനാമ്പുകൾ. റൂം ക്ലീൻ ചെയ്യാനും ഭക്ഷണം പാകം ചെയ്യാനും പേഷ്യൻസിനെ നോക്കാനും സമയം തികയാത്തതുകൊണ്ട് ബാലുവിനെ മിടുക്കനാക്കാൻ എനിക്ക് കഴിയാറില്ല സിൻഡർല. കുളിപ്പിക്കുന്നതും തലർ തോർത്തുന്നതും ഡ്രസ്സ് മാറ്റുന്നതും എല്ലാം ഞാൻ തനിച്ച. ഇടയ്ക്കിടെ സന്ദർശനത്തിന് വരുന്ന ബന്ധുക്കൾ എന്നെ കുറ്റപ്പെടുത്തും. അതുകൊണ്ട് ഇപ്പോൾ സന്ദർശകരെ എനിക്ക് പേടിയാ. കഥ തുടരും.